ഇതാണ് ഞങ്ങൾ പറയുന്നത്. മക്കയിലെ മുശ്രിക്കുകളും കേരളത്തിലെ അഹ്ലുസുന്ന വൽ ജമാഅത്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനവും ഒരു വിശ്വാസത്തിലും ഒരു നിലക്കും ഒരു ബന്ധവുമില്ല. പക്ഷേ ലോകത്തുള്ള മുസ്ലിമീങ്ങളെയൊക്കെ മുശ്രിക്കും കാഫിറുമാക്കി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്തുള്ള മുജാഹിദുകൾ മക്കയിലെ മുശ്രിക്കുകളെ വരെ വെള്ളപൂശുകയാണ്. എത്രത്തോളം എന്നറിയാമോ? മുജാഹിദിന്റെ ഒരു നേതാവ് പ്രസംഗിക്കുന്നത് ഞാൻ കേൾപ്പിച്ചു തരാം. ഒരു തൊപ്പിയിട്ട മൗലവിയാണ്. അയാൾ എന്താ പറയുന്നത് എന്നറിയോ നിങ്ങൾ? അയാൾ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ വിശ്വാസമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തിന് പ്രവാചകർ ഇങ്ങനെ വിഷമിക്കണം? അയാൾ പറയുന്നത് മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ വിശ്വാസമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തിന് പ്രവാചകർ ഇങ്ങനെ വിഷമിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അല്ലാതെ വേറെ മറ്റൊരു ആരാധ്യൻ ഇല്ലേ ഇല്ല. കലിമത്തു തൗഹീദ്, തൗഹീദിന്റെ വചനമാണ്. മുജാഹിദ് നേതാവ് പറയുന്നതോ മക്കയിലെ മുശ്രിക്കുകൾക്ക് ഈ കലിമത്തു തൗഹീദിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വചനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. ഇവർ എവിടെയാണ്? ഇവർ പ്രചരിപ്പിക്കുന്ന തൗഹീദ് എന്താണ്? ഇവർ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ എന്താണ്? ഇവർ ആരെയാണ് ഈ വെള്ളപൂശുന്നത്? സഹോദരങ്ങളെ, അബൂജഹൽ ഉൾപ്പെടെയുള്ള മക്കയിലെ മുശ്രിക്കുകളെ വെള്ളപൂശിയിട്ട് നമ്മുടെ രാജ്യത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന് എന്തൊരു നേട്ടമാണുള്ളത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മുജാഹിദിന്റെ ഹമദാനി, സലീം ഹമദാനി എന്ന മൗലവി പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അയാൾ പറയട്ടെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറയുന്ന ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കലാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ്? നാം ഒന്ന് ആലോചിച്ചു നോക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലെ മുഴുവൻ മുശ്രിക്കുകളും. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. കണ്ടോ? അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. സഹോദരങ്ങളെ, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യനില്ല എന്നാണ്. ഈ വിശ്വാസം മക്കയിലെ മുശ്രിക്കുകൾക്ക് ഉണ്ടായിരുന്നു എന്നാണ് ഈ തൊപ്പി വെച്ച മൗലവി പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇവർ ആരെയാണ് പരിഹസിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലേ പരിഹസിക്കുന്നത്? വിശുദ്ധ ഖുർആനിനോടല്ലേ അവർ ഈ പരിഹാസം വെച്ച് പുലർത്തുന്നത്? കാരണം എന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, ഇന്നഹു കാനൂ ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു മക്കയിലെ മുശ്രിക്കുകളോട് ഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരാരാധ്യൻ ഇല്ലേ ഇല്ല എന്ന് മുശ്രിക്കുകളോട്, മക്കയിലെ മുശ്രിക്കുകളോട് പറയപ്പെട്ടാൽ യസ്തക്ബിറൂൻ, അവർ അഹന്ത നടിച്ച് അവർ പുറംതിരിഞ്ഞു പോകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അവർക്കതിൽ വിശ്വാസമില്ല, അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമല്ല, വയഖൂലൂന, ഖുർആൻ പറയുന്നു, ആ മക്കയിലെ മുശ്രിക്കുകൾ പറയുകയും ചെയ്യുന്നു, അഇന്നാ ലതാരികൂ ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. അല്ലാഹുവിന്റെ ഖുർആനാണ് പഠിപ്പിക്കുന്നത്, വിവരമില്ലാത്ത മൗലവിമാരുടെ പ്രഖ്യാപനമല്ല. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. അഇന്നാ വയഖൂലൂന, അവർ പറയുന്നു, പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, അഇന്നാ ലതാരികൂ ആലിഹത്തിനാ ലിശാഇരിൻ മജ്നൂൻ. ഭ്രാന്തനായ ഒരു കവി മുഹമ്മദ് എന്ന് പറയുന്ന ഈ കവിക്ക് വേണ്ടി ഞങ്ങളുടെ ബഹുദൈവങ്ങളെ, ഞങ്ങളുടെ ഇലാഹുകളെ, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ പറയുന്നത്? സാധ്യമല്ല, സാധ്യമല്ല എന്ന് പറഞ്ഞിരുന്നവരാണ് മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പഠിപ്പിക്കുന്നതാരാണ്? പരിശുദ്ധ ഖുർആനാണ്. പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ആ മൗലവി പ്രസംഗിച്ചത്. എന്ത്? അവർക്ക് മക്കയിലെ മുശ്രിക്കുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്
എന്ന കലിമത്തിൽ എന്ന ആ വചനത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇവരേത് തൗഹീദാണ് പഠിപ്പിക്കുന്നത്? ഇവരേത് ഖുർആനാണ് പഠിച്ചിട്ടുള്ളത്? ഇവരേത് സുന്നത്താണ് സ്വീകരിച്ചിട്ടുള്ളത്? ഞങ്ങൾക്കറിയാൻ താല്പര്യമുണ്ട്. ഇത് ഇസ്ലാമാണോ സഹോദരന്മാരെ? ഒന്നല്ല, 100 കണക്കിന് ആയത്തുകളിൽ നമുക്ക് ഈ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പല സ്ഥലങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസം, അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു ഒരുവനാണ് എന്ന വിശ്വാസം ഉണ്ടായിട്ടില്ല എന്ന് പടച്ച തമ്പുരാൻ തന്നെ പറയുന്നു. വൈദാ ദുക്കിറല്ലാഹു വഹദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുമിനൂന ബിൽ ആഖിറ. ആ അല്ലാഹു ഏകനാണെന്ന് പറയപ്പെട്ടാൽ അവിശ്വാസികളായ ആളുകളുടെ ഹൃദയം, ആ ഹൃദയത്തിന് ഒരു ചുരുക്കം സംഭവിക്കുകയാണ്, ഒരു വിമുഖത കൈവരികയാണ്. അവരുടെ ഹൃദയം വികസിക്കുന്നില്ല. എന്നിട്ട് ഖുർആൻ പറയുന്നു, വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത മറ്റു ദൈവങ്ങളെ പറയപ്പെട്ടാലോ ഇദാഹും യസ്തബ്ശിറൂൻ, മക്കയിലെ മുശ്രിക്കുകൾക്ക് വലിയ സന്തോഷമാണ്. വൈദാ ദുക്കിറല്ലാഹു വഹദഹു, അല്ലാഹുവിനെ മാത്രം പറഞ്ഞാലോ അവർക്ക് സന്തോഷമില്ല, സന്താപമാണ്, മനസ്സിനൊരു വിഷമം സംഭവിക്കുന്നു. വൈദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹു അല്ലാത്ത ദൈവങ്ങളെ പറയപ്പെട്ടാലോ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ സന്തുഷ്ടരാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു സുമറിന്റെ 45-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ച ആശയമാണിത്. ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ വ്യക്തമായി, കൃത്യമായി, പച്ചയായി പഠിപ്പിക്കുന്ന ഈ ആശയത്തെയാണ് മൗലവിമാർ കറക്കുന്നത്, അവർ അട്ടിമറിക്കുന്നത്. എന്തിനു വേണ്ടി? ആ മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നു, അതുപോലെ സുന്നികളും വിശ്വസിക്കുന്നു. അങ്ങനെ സുന്നികളും മക്കയിലെ മുശ്രിക്കുകളും ഒരുപോലെയാണ് എന്ന് വരുത്തി തീർക്കാനാണ് പരിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തുകളെയും നഗ്നമായി വ്യഭിചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം എന്റെ ശ്രോതാക്കൾ മറക്കരുതെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനാണ്, ഏകനാണ്. അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് പറയുന്ന ഈ വാദത്തിന് ഖുർആനിന്റെ പിന്തുണയില്ല, ഹദീസിന്റെ പിന്തുണയില്ല. ലോക മുസ്ലിങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി മുജാഹിദ് നടത്തിയ ഒരു കുൽസിത ശ്രമമാണിത് എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി നിങ്ങൾ നോക്ക്, മുജാഹിദിന്റെ നേതാവ് ഹുസൈൻ സലഫി ഒന്നുകൂടി അതിര് കവിഞ്ഞു പറയുകയാണ്. അദ്ദേഹം പറയുന്നത് എന്താ? അദ്ദേഹം പറയുന്നു, മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ചിരുന്നു, നിസ്കരിച്ചിരുന്നു, ഇഴ്തികാഫിരുന്നു, ഹജ്ജ് ചെയ്തിരുന്നു. എന്താണ് മുജാഹിദ് ഇപ്പൊ ഖുർആനും സുന്നത്തൊക്കെ വിട്ട് മക്കയിലെ മുശ്രിക്കുകളെ വെള്ളപൂശാൻ തുടങ്ങുകയാണ്. നിങ്ങൾ നോക്ക്, ഹുസൈൻ സലഫിയുടെ പ്രസംഗം നിങ്ങളൊന്ന് കേൾക്ക്. അള്ളാഹുവിന് വേണ്ടി അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ നേർച്ച വഴിപാടുകൾ സമർപ്പിച്ചിരുന്നു, അള്ളാഹുവിന് വേണ്ടി അവർ പള്ളിയിൽ ഇഴ്തികാഫിരുന്നിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി തന്നെ അവർ തൽബിയത്ത് ചൊല്ലിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ തവാഫ് നടത്തിയിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ ധർമ്മം ചെയ്തിരുന്നു, അള്ളാഹുവിന് വേണ്ടി തന്നെ അവർ നാക്കാലികളെ അറവ് നടത്തുകയും ചെയ്തിരുന്നു. അവര് അല്ലാഹു എന്ന് അവർ അംഗീകരിച്ചത് ആരാണോ അത് നാം പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ്. നിസ്കാരം, നോമ്പ്, അതുപോലെ തന്നെ ഇഴ്തികാഫ്, അറബ്, ഹജ്ജ് പോലത്തെ ഇബാദത്തുകളൊക്കെ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ എന്ന ഇയാൾ പറയുന്നത്. നോക്ക് നിങ്ങൾ, എത്ര പച്ചയായി ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കുകയാണല്ലോ ഇത്. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് എന്താ? നമുക്ക് എല്ലാവർക്കും പരിചിതമായ ചെറിയ സൂറത്ത്, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്ന സൂറത്തുൽ കാഫിറൂൻ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, നബിയെ പറയുക നിങ്ങൾ, യാ അയ്യുഹൽ കാഫിറൂൻ, ഓ കാഫിറുകളായ ആളുകളെ, അവിശ്വാസികളെ എന്ന് വിളിച്ച് അവരെ സംബോധനം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരോട് കൽപ്പിക്കുന്നു. എന്താ പറയുന്നത്? യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അഅബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഖുർആന്റെ പച്ചയായ വിശദീകരണം എന്താ? അള്ളാഹു പറയുന്നു, ഓ കാഫിറുകളെ, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുവിന് ഞാൻ ആരാധിക്കുന്നില്ല,
നിങ്ങൾ ഇബാദത്തെടുക്കുന്ന വസ്തുവിന് ഞാൻ ഇബാദത്തെടുക്കുന്നില്ല, ഞാൻ ഇബാദത്തെടുക്കുന്ന വസ്തുവിനോ ആരാധ്യനോ നിങ്ങളും ഇബാദത്തെടുക്കുന്നില്ല. ഖുർആൻ പഠിപ്പിക്കാം. അള്ളാഹുവിന്റെ റസൂല് ഇബാദത്തെടുക്കുന്നത് ആർക്കാ? അള്ളാഹുവിനാ. എന്നിട്ട് അള്ളാഹ് പറയുന്നു, നബിയെ നിങ്ങൾ പറയണം. എന്താ പറയേണ്ടത്? ഞാൻ ഇബാദത്തെടുക്കുന്ന അള്ളാഹുവിന് നിങ്ങൾ ഇബാദത്തെടുക്കുന്നില്ല. നിങ്ങൾ ഇബാദത്തെടുക്കുന്ന ദൈവമേതോ ആ ദൈവത്തിന് ഞാനും ഇബാദത്തെടുക്കുന്നില്ല. അതായത് എന്റെ ഇലാഹ്, എന്റെ മഅബൂദ്, എന്റെ ആരാധ്യൻ അതൊന്നു വേറെ, നിങ്ങളുടെ ആരാധ്യൻ അതൊന്നു വേറെ. ഖുർആനല്ലേ പച്ചയായി നമ്മുടെ മുമ്പിൽ ഇത് തുറന്നു പറയുന്നത്, പ്രഖ്യാപിക്കുന്നത്. എന്നിട്ട് മുജാഹിദ് നേതാവ് പറയുന്നത് എന്താണ്? സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തു, നിസ്കാരം എന്ന ഇബാദത്ത് ചെയ്തു, നോമ്പ് എന്ന ഇബാദത്ത് ചെയ്തു, സക്കാത്ത് അല്ല ഹജ്ജ് എന്ന ഇബാദത്ത് ചെയ്തു, ഇഅ്തികാഫ് എന്ന ഇബാദത്ത് അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു. ഖുർആൻ പറയുന്നതോ ഇല്ല, അവർ ഇബാദത്തെടുത്ത ആരാധ്യൻ ഏതോ അത് മുഹമ്മദ് നബി ഇബാദത്തെടുക്കുന്ന ആരാധ്യനായ അള്ളാഹു അല്ലേ അല്ല. ഖുർആൻ പച്ചയായി വരച്ചു കാണിച്ച ഈ യാഥാർത്ഥ്യത്തെ നഗ്നമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ലോകത്തുള്ള അഹ്ലു സുന്നയെ മുഴുവനും മുശ്രിക്കും കാഫിറുമാക്കാൻ വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ വാക്താക്കളെ അബൂജഹലിന്റെ ആളുകളാക്കി മുജാഹിദ് മൗലവിമാർ ചിത്രീകരിക്കുന്നതെന്ന ഈ കടുത്ത അപരാധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊക്കെ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത്. എന്നാൽ ഞാൻ പറയുന്നില്ല ഈ പറഞ്ഞ തെറ്റാണെങ്കിൽ സഹോദരങ്ങളെ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന ആയത്തിന്റെ വിശദീകരണം മുജാഹിദ് മൗലവിമാർ എഴുതി വെച്ച പരിഭാഷകൾ നിങ്ങൾ പരിശോധിച്ചോളൂ. പോകട്ടെ, മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി തന്നെ ഈ ആയത്തിന്റെ അർത്ഥം വിശദീകരിച്ചു പറയുന്നു. ഹുസൈൻ സലഫിക്ക് മറുപടി പറയുകയാണ്. നിങ്ങളൊന്ന് കേൾക്കുക, അദ്ദേഹം പറയട്ടെ. പറയൂ പ്രവാചകരെ, സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുകയില്ല, നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുകയില്ല. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എന്റെ മതം. ആരാധനയുടെ കാര്യത്തിൽ ലയിക്കുന്ന പ്രശ്നമേ ഇല്ല. നേർച്ചകളും കണ്ടോ? ഇപ്പൊ എന്താ അദ്ദേഹം പറഞ്ഞത്? എന്റെ ആരാധ്യൻ വേറെ, നിങ്ങൾ ആരാധ്യൻ വേറെ, എന്റെ ആരാധ്യൻ വേറെ, നിങ്ങൾ ആരാധ്യൻ വേറെ, എന്റെ ആരാധന വേറെ, നിങ്ങൾ ആരാധന വേറെ. ഹുസൈൻ സലഫി പറഞ്ഞതോ അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നോമ്പനുഷ്ഠിച്ചിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ നിസ്കരിച്ചിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ഹജ്ജ് ചെയ്തിരുന്നു, അല്ലാഹുവിന് വേണ്ടി തന്നെ അവർ ഇഅ്തികാഫ് ഇരുന്നിരുന്നു. പിന്നെ അങ്ങനെയല്ലോ തുടങ്ങുമ്പോഴാണ് തുടങ്ങിയ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ പറഞ്ഞിട്ട് വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതുവരേക്കും ഇങ്ങനെ നീട്ടിപ്പോല. അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേൾക്ക്. സക്കരിയ സലാഹി പറയുന്നതോ ഇല്ല, നിങ്ങൾ ആരാധ്യൻ വേറെ, എന്റെ ആരാധ്യൻ വേറെ. പറഞ്ഞു നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. ലക്കും ദീനുക്കും വലിയ ദീൻ, എന്റെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, ആരാധന വേറെ, ആരാധ്യൻ വേറെ. ഹുസൈൻ സലഫി പറയുന്നതോ അല്ലല്ല, നമ്മൾ ചെയ്യുന്ന അതേ അള്ളാഹുവിന് തന്നെ അവർ നിസ്കരിച്ചിരുന്നു, നോമ്പനുഷ്ഠിച്ചിരുന്നു. സക്കരിയ സലാഹി പറയുന്നു എന്റെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, ആരാധന വേറെ, ആരാധ്യൻ വേറെ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിന്റെ വ്യക്തമായ പ്രഖ്യാപനത്തിനെതിരിലാണ് മുജാഹിദ് മൗലവിമാർ, മുസ്ലിങ്ങൾ, അഹ്ലുസുന്ന ലക്ഷോപലക്ഷം വരുന്ന ആളുകളും മുശ്രിക്കുകളാണ്, കാഫിറുകളാണ് എന്ന് പറയുന്നത് എന്ന വസ്തുത നാം മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മക്കയിലെ മുശ്രിക്കുകളും സുന്നികളും ഒരുപോലെയാണെന്നും അതുകൊണ്ട് സുന്നികളൊക്കെ മുശ്രിക്കാക്കാമെന്നുമുള്ള വാദം നിരർത്ഥകമാണ് എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ് സുന്നികൾ എന്ന് പറയാൻ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? മറ്റൊരു ന്യായം മുജാഹിദുകൾക്ക് സമർപ്പിക്കാനുള്ളത് മഹാത്മാക്കളായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് നമ്മൾ സഹായം ചോദിക്കുന്നു എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്കറിയില്ലേ ലോകത്ത് കഴിഞ്ഞു പോയ 14 നൂറ്റാണ്ട് കാലം ജീവിച്ച മുസ്ലിം പണ്ഡിതന്മാരും എല്ലാ സൂഫിയാക്കളും മഹാത്മാക്കളുമൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്. നമ്മുടെ രാജ്യത്തെ മുജാഹിദുകൾ പറയുന്നതോ അത് കൊടിയ ശിർക്കാണ്, കുഫറാണ്.
നമ്മുടെ നാട്ടിൽ പ്രചാരം നേടിയ ഒരു മൗലിദില്ലേ സഹോദരങ്ങളെ, മങ്കൂസ് മൗലിദ് എന്ന പേരിലുള്ള മൗലിദ്. ആരാണ് ആ മൗലിദ് ഉണ്ടാക്കിയത്? കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിക വൈജ്ഞാനിക പ്രഭക്ക് തിരികൊളുത്തിയ മഹാനായ വ്യക്തിത്വം ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഉണ്ടാക്കിയ ആ മങ്കൂസ് മൗലിദിൽ ഒരു വരിയുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഒരു വരിയുണ്ട്. നമ്മളെല്ലാവരും അത് ഉരുവിടുന്നു. നമ്മൾ മാത്രമല്ല, കഴിഞ്ഞ 400-500 വർഷം പിന്നിട്ട മുസ്ലിങ്ങൾ മുഴുക്കയും നിരാക്ഷേപം ചെയ്തു വരുന്ന ആ ഈരടി, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ അരികിൽ വന്നിരിക്കുന്നു നബിയേ. അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. ഞാൻ അങ്ങയുടെ സംരക്ഷണം ആഗ്രഹിക്കുന്നു നബിയേ. അതുകൊണ്ട് തന്നെ ഫലാ തുഖയ്യിബ് മഖ്സദി, എന്റെ ഉദ്ദേശത്തെ തങ്ങൾ നിരാകരിക്കരുതേ നബിയേ. അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. സഹോദരങ്ങളെ, ഈ സഹായം ചോദിക്കുന്ന പരിപാടി, റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഈ വരി മങ്കൂസ് മൗലിദിലുള്ള കാരണത്തിനാൽ ആ മങ്കൂസ് മൗലിദ് ചൊല്ലാൻ പാടില്ലെന്നും അത് ഉരുവിടുന്നവൻ കാഫിറാണെന്നും മുശ്രിക്കാണെന്നും അബൂജഹലിനേക്കാളും വലിയ മുശ്രിക്കാണെന്നും നമ്മുടെ കേരളത്തിലുള്ള മുജാഹിദ് സഹോദരങ്ങൾ കഥയറിയാതെ ശബ്ദിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കണം. അത് ചൊല്ലുന്നവൻ മുശ്രിക്കാണെങ്കിൽ, കാഫിറാണെങ്കിൽ, ലോകത്ത് ആരൊക്കെയാണ് കാഫിറാകുന്നത്? സമസ്തയുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാര് മാത്രമാണോ? നൂറ്റാണ്ടുകൾ പിന്നിട്ട മഹത്തുക്കൾ അവരൊക്കെ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയേണ്ടി വരില്ലേ? കഴിഞ്ഞ പ്രാവശ്യം മുജാഹിദ് പുറത്തിറക്കിയ ലഘുലേഖ എന്റെ കൈവശമുണ്ട്. റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് പുറത്തിറക്കിയ ലഘുലേഖയിൽ ഈ വരി പ്രത്യേകം കൊടുത്തിരിക്കുന്നു. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ എന്ന ഈ വരി ചൊല്ലി പ്രവാചകരോട് പ്രാർത്ഥിക്കുന്നവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഈ മുശ്രിക്കാകുന്ന വാദം, ഇത് ശിർക്കാണെന്ന വാദം ലോകത്ത് 14 നൂറ്റാണ്ട് ജീവിച്ച പണ്ഡിതന്മാർ ഒരാളും പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയില്ല. ഒരൊറ്റ പണ്ഡിതൻ, പ്രാമാണിക പണ്ഡിതൻ, ഇബ്നു തൈമിയയും ശിങ്കിടികളെയുമല്ല ഞാൻ പറയുന്നത്, ലോകത്ത് പ്രാമാണികരായ ഒരൊറ്റ പണ്ഡിതൻ ഇല്ല, പറഞ്ഞിട്ടില്ല. മുജാഹിദുകൾ പറയുന്നതോ അത് കൊടിയ ശിർക്കാണ്, കടുത്ത ശിർക്കാണ്, തൊട്ടുകാണിക്കാൻ പറ്റുന്ന ശിർക്ക്. ആരാ പറയുന്നത്? മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോളൂ. റസൂലുള്ളാഹിനെ വിളിച്ച് പരസ്യമായി പ്രാർത്ഥിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് ആമീൻ പറയിക്കുന്ന കടുത്ത ശിർക്ക്, തടിച്ച ശിർക്ക്, തൊട്ട് കാണിക്കാവുന്ന ശിർക്ക്. നിങ്ങളാണോ ഞങ്ങളെ നവീകരണം പറഞ്ഞ് ആക്ഷേപിക്കുന്നത്? ഖുബൂരികളെ, ഇതിലും വലിയ ശിർക്കുണ്ടോ ലോകത്ത്? ഇതിലും വലിയ ശിർക്കുണ്ടോ ലോകത്ത്? റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്ന ഇതിനേക്കാളും വലിയ ശിർക്കുണ്ടോ ലോകത്ത്? ഹനീഫ കായക്കൊടി എന്ന മൗലവി മങ്കൂസ് മൗലിദിലെ ഈ വരി തന്നെ എടുത്തു പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. ശിർക്കാക്കുന്നത് എന്തിനേറെ സർവലോക രക്ഷിതാവിന്റെ സന്ദേശം ഈ സമൂഹത്തിന് പഠിപ്പിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിക്കുവാൻ വേണ്ടി, ഈ ഒരു സന്ദേശം ആളുകളിൽ എത്തിക്കുവാൻ വേണ്ടി കഠിനാധ്വാനം നടത്തിയ, പ്രയാസങ്ങളിലൂടെയും പീഡനങ്ങളിലൂടെയും കടന്നുപോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, യാ സയ്യിദ സാദാത്ത്, നേതാക്കന്മാരുടെ നേതാവായ നബിയെ, ഇദാ ജിതുക ഖാസിദ, അങ്ങേ ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. എന്തിനാണ് ഞാൻ വന്നത്? ഈ വരി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ചൊല്ലിക്കൊണ്ട് മുശ്രിക്കാവുകയാണ് ജനങ്ങൾ. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ. ഞാൻ ചോദിക്കട്ടെ, ഇത് ശിർക്കാണ്, കുഫ്റാണ് എന്ന ഈ വാദം കേരളത്തിലെ ഈ മുജാഹിദ് മൗലവിമാരല്ലാതെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യമുള്ള ആദർശങ്ങളാണല്ലോ ഇസ്ലാം. അവരിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല.
മുജാഹിദുകൾക്ക് പറയാനുള്ളത് എന്താണ്? ഇത് ഖുർആൻ വിരുദ്ധമാണ്. ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ സൂക്തത്തിന് വിരുദ്ധാണ്. ഏതാ സൂറത്തുൽ ഫാത്തിറിലെ 14ാമത്തെ വാക്യം? ഇൻ തദഊഹും ലാ യസ്മഊ ദുആഅകും വലൗ സമിഊ മസ്തജാബൂ ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകികും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. മുജാഹിദുകൾ ദുർവ്യാഖ്യാനിക്കുന്ന ദുർവ്യാഖ്യാനത്തിലെ മാസ്റ്റർ പീസാണിത്. അവരായത്തെ അർത്ഥം വെക്കും, ഇൻ തദഊഹും, അവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചാൽ. ആരെ? മുജാഹിദിന്റെ പോക്കറ്റിൽ നിന്ന് തഫ്സീർ വരികയാണ്. അമ്പിയാക്കൾ, ഔലിയാക്കൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ, മമ്പ്രന്തങ്ങൾ, CM മടവൂര്, അങ്ങനെ പോവുകയാണ് വ്യാഖ്യാനങ്ങൾ. എവിടുന്നായി വ്യാഖ്യാനം? പോക്കറ്റിൽ നിന്നാണ്. പോക്കറ്റിൽ നിന്ന് ഇങ്ങനെ വരുന്നു വ്യാഖ്യാനം. ഇൻ തദഊഹും, അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ. ആരെ വിളിച്ചാൽ? അമ്പിയാക്കൾ, ഔലിയാക്കൾ, അതുപോലെ മമ്പ്രന്തങ്ങൾ, ബദരീങ്ങൾ, റസൂലുള്ളാഹി, മുഹീദ്ദീൻ ശൈഖ്, ജീലാനി, ഇങ്ങനെ പോകുന്നു. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ആ ആയത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ലെന്നോ ശിർക്കാണെന്നോ അതിൽ പറഞ്ഞിട്ടില്ല. അതിൽ പറഞ്ഞത് എന്താ? ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കളായ മുഴുവൻ പണ്ഡിതരും പറഞ്ഞു, യഅനി അൽ ആലിഹത്തല്ലതി തഅബുദൂനഹാ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിനെയും വിട്ട് മക്കയിലെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന വിശ്വാസം വിശ്വസിക്കാത്ത മുശ്രിക്കുകൾ നടത്തിയിരുന്ന, അവരുടെ ദൈവങ്ങളോട് ചെയ്തിരുന്ന, അല്ലാഹുവിനെയും വിട്ട് അവരുടെ ദൈവങ്ങൾക്ക്, ഇലാഹുകൾക്ക് ആരാധിച്ചിരുന്ന ആളുകളെ കുറിച്ചാണ് ആ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പല രൂപത്തിൽ ഇത് വിശദീകരിച്ചതു കാണാം. ജീവനുള്ള ദൈവങ്ങളാവട്ടെ, ജീവനില്ലാത്ത ദൈവങ്ങളാവട്ടെ, അല്ലാഹുവേതര ദൈവങ്ങൾക്ക് ആരാധിക്കാൻ പാടില്ല എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിക്കാൻ പാടില്ലെന്ന് ആ ആയത്തിലെന്നല്ല ഒരൊറ്റ ആയത്തിലും പറഞ്ഞിട്ടില്ല. പക്ഷേ മുജാഹിദുകൾ പറയുന്നത് എന്താ? പരിശുദ്ധ ഖുർആൻ വിരുദ്ധാണ്, ഖുർആൻ വിരുദ്ധാണ്. അതിന് ഒരു ആയത്ത് നമ്പർ 2, 3, 24 സൂക്തം 12 അധ്യായം എന്നൊക്കെ പറഞ്ഞ ആളുകളെ പൊട്ടീസാക്കുക എന്നല്ലാതെ പ്രമാണങ്ങളുടെ പിൻബലമില്ല. ഞാൻ ചോദിച്ചോട്ടെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത് നമുക്ക് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ളതല്ലേ. ആ ഖുർആൻ പണ്ഡിതന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത് ശിർക്കാണെന്ന്? ഇല്ല. ഞാൻ പറയണ്ട, മുജാഹിദ് നേതാവ് സക്കരിയ സലാഹിയെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാം. സക്കരിയ സലാഹി മടവൂർ വിഭാഗം മുജാഹിദുകളുമായുള്ള സംസാരത്തിൽ, ഖണ്ഡനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഇപ്പോൾ ചില ആളുകൾ പറയുന്നത് ഇത് ഖുർആൻ വിരുദ്ധമാണെന്നാണ്. എന്തേ? ഈ ഖുർആൻ നിങ്ങൾക്ക് 4 ആൾക്ക് മാത്രമേ തിരിഞ്ഞുള്ളൂ? 14 നൂറ്റാണ്ട് ജീവിച്ചു പോയ പൂർവികർക്കാർക്കും തിരിഞ്ഞില്ലേ? സക്കരിയ സലാഹി ചോദിക്കട്ടെ, നിങ്ങളൊന്ന് കേൾക്ക്. ചില ആളുകൾ പറയുന്നത് ഖുർആനിനെതിരല്ലേ, ഈ ഖുർആനിനെതിരാണെന്ന് അഹ്ലുസ് സുന്നത്തിലെ പണ്ഡിതന്മാർക്കൊന്നും മനസ്സിലായില്ല. 13 നൂറ്റാണ്ട് കഴിഞ്ഞു പോയ ഈ സമുദായത്തിലെ ഇമാമുകൾക്കോ മുഹദ്ദിസുകൾക്കോ ഫുഖഹാക്കൾക്കോ ഒന്നും ഖുർആനിനെതിരെ മനസ്സിലായില്ല. ഇവർക്ക് മാത്രമേ 4 മുർച്ചുത്തികൾക്ക് ഖുർആൻ. അതാ ഞങ്ങളും ചോദിക്കണേ, നിങ്ങൾക്ക് 4 മുർച്ചുത്തികൾക്ക് മാത്രമേ ഖുർആൻ തിരിഞ്ഞുള്ളൂ? 13 നൂറ്റാണ്ട് പിന്നിട്ട മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാർ കഴിഞ്ഞു പോയില്ലേ? അവരാരെങ്കിലും പറഞ്ഞോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഇനി ഹദീസുകളെ കുറിച്ച് സക്കരിയ സലാഹി പറയുന്നു, നിങ്ങൾ കേൾക്ക്. ഒരു ഹദീസ് കാണുമ്പോ ഒരൊറ്റ തട്ട് പുറങ്കാലുകൊണ്ട് 13 നൂറ്റാണ്ട് പിന്നിട്ട ഈ സമുദായത്തിൽ ഈ കഴിഞ്ഞ കാലഘട്ടത്തിലെ മുഹദ്ദിസുകളും പണ്ഡിതന്മാരും ഈ ഹദീസിനെ എങ്ങനെയാണ് സമീപിച്ചത് എന്നെങ്കിലും ചിന്തിക്കുവാനുള്ള ഒരു സന്മനസ് ഇവർക്കുണ്ടാകുന്നില്ല എന്ന് ഒരൊറ്റ തട്ടങ്ങോട്ട് തട്ടുകയാണ്. അതാ ഞങ്ങളും പറയുന്നത്. 13 നൂറ്റാണ്ട് പിന്നിട്ട ഹദീസ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്ന് നോക്കാതെ ഒരൊറ്റ തട്ടുകയാണ് നിങ്ങൾ. അവസാനിപ്പിക്കണം ഇത്. ഇതാ ഞങ്ങളും പറയുന്നത്. കഴിഞ്ഞില്ല, സക്കരിയ സലാഹി തന്നെ പറയട്ടെ. അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഏതോ അതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? ഞങ്ങളും ചോദിക്കുന്നത് അതാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടേത്? അതിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെന്ന് പറയാൻ കേരളത്തിലെ ഇരുകാലുള്ള ഏതെങ്കിലും മഹാനികൾക്ക് കഴിയുമോ? ഞങ്ങളും ചോദിക്കുകയാണ്. കാരണം എന്താണെന്നോ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ഹദീസ് പണ്ഡിതന്മാരും ഖുർആൻ വ്യാഖ്യാതാക്കളും 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം
സമയമെടുത്തു പരതുമ്പോ അവരൊക്കെ വഫാത്തായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് സഹായം ചോദിച്ചവരാണ്. 100 കണക്കിന് തെളിവുകൾ നിരത്താൻ കഴിയും. ഇത് സഹോദരങ്ങളെ കേവലം അവകാശവാദമല്ല. ഈ നിന്ന നൃത്തത്തിൽ എനിക്ക് പറയാൻ കഴിയും 100 എണ്ണം. പക്ഷേ എന്നെ സമയം അനുവദിക്കുന്നില്ല. നോക്ക് നിങ്ങൾ, ഇത് ഇമാം ബുഖാരി എഴുതിയ ഗ്രന്ഥമാണ്. അൽ അദബുൽ മുഫ്രദ് എന്നാണ് ഇതിന്റെ പേര്. ഈ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരി ചൊല്ലി പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ചെയ്തു കൂട്ടേണ്ടുന്ന, ചൊല്ലിപ്പറയേണ്ടുന്ന സംഗതികളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അതിലൊരു അധ്യായം ഇമാം ബുഖാരി പറയുന്നു, ബാബു മാ യഖൂലു റജുലു ഇദാ ഖദറത് റിജ്ലുഹു, ഒരാളുടെ കാല് കോച്ചി വലിഞ്ഞ് വേദനിച്ചാൽ എന്തു പറയണം എന്ന അധ്യായം കൊടുത്തുകൊണ്ട് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നു. ഇമാം ബുഖാരിക്ക് തൗഹീദും ശിർക്കും തിരിയാത്തവരല്ലല്ലോ, ലോകത്ത് തർക്കമില്ലാത്ത ഹദീസ് പണ്ഡിതനല്ലേ. അവർ പറയുന്നു, ഖദറത് റിജ്ലു ഇബ്നുൽ ഉമറ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്ന സ്വഹാബി വര്യന്റെ കാല് വേദനിച്ച് വിഷമിച്ചു. അപ്പോഴോ ഫഖാല ലഹു റജുലുൻ, ഒരു വ്യക്തി അദ്ദേഹത്തോട് പറഞ്ഞു, ഉദ്കുർ അഹബ്ബൻ നാസി ഇലൈക, ജനങ്ങളിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾ പറയുക. ജനങ്ങളിൽ വെച്ച് സ്വഹാബികൾക്ക് അല്ല, വിശ്വാസികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ അല്ലാഹുവിന്റെ റസൂലാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. അത് പറയുക എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താ? ഫഖാല യാ മുഹമ്മദു, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയേ, അങ്ങ് സഹായിക്കണമേ. റസൂലുള്ളാഹി വഫാത്തായ നബി തങ്ങളെയാണ് വിളിച്ച് സഹായം ചോദിക്കുന്നത്. സ്വഹാബി വര്യനാണ് ഇത് ചെയ്യുന്നത്. ഇമാം ബുഖാരിയാണ് ഇത് ഉദ്ധരിക്കുന്നത്. മുജാഹിദുകൾ സാധാരണ പറയാറുണ്ട്, ഈ തെളിവുകൾ ചങ്കിന് തറക്കുമ്പോൾ പറയും, അതിൽ യാ എന്ന പദമില്ല, അത് ഇവർ കൂട്ടിയതാണ്. അറബി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം, നോക്കാം, ഉറപ്പുവരുത്താം, സംശയം തീർക്കാം. സഹോദരങ്ങളെ, യാ മുഹമ്മദു, ഓ മുഹമ്മദ് നബിയെ സഹായിക്കണമേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു എന്ന് ഞങ്ങൾ പറയുകയല്ല. ഇമാം ബുഖാരി തന്റെ വിശ്രുതമായ അൽ അദബുൽ മുഫ്രദിൽ സഹോദരങ്ങളെ രേഖപ്പെടുത്തി വെക്കുന്നു. പറയൂ നിങ്ങൾ, സഹാബത്ത് പഠിപ്പിച്ച തൗഹീദ്, സഹാബത്തിന്റെ പാരമ്പര്യം സുന്നികളോട് കൂടെയാണ്. ഇനി അവിടെ നിന്ന് നിങ്ങൾ നോക്കൂ, സഹാബത്തിൽ നിന്ന് ഇസ്ലാം പഠിച്ച താബിഉകൾ നമുക്കറിയില്ല. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫത്തുൽ കൂഫി എത്രയോ സ്വഹാബികളെ കണ്ടവരാണ്. ഒന്നാമത്തെ ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ചവരാണ്. ഹിജറ 150 വഫാത്തായവരാണ്. മഹാനവറുകൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് മങ്കൂസ് മൗലിദിലുള്ളതിലേറെ പത്തരമാറ്റ് ശക്തിയായി വിളിച്ചുകൊണ്ട് സഹായം ചോദിക്കുന്നു. മഹാനവറുകൾ പറയുകയാണ്, അള്ളാന്റെ റസൂലിനെ വിളിച്ചു പറയുന്നത് എന്താ? യാ സയ്യിദ സാദാതി ജിതുക ഖാസിദാ അർജൂ റിളാക വ അഹ്തമി ബിഹിമാക. നേതാക്കളുടെ നേതാവായ നബിയേ, ഞാനിതാ അങ്ങയുടെ പൊരുത്തം ഞാൻ കാക്ഷിക്കുന്നു നബിയേ, അങ്ങയുടെ സംരക്ഷണം എനിക്കുണ്ടാവണേ നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നത് എന്താണ്? അന താബിഉം ഫിൽ ജൂദി മിൻക വലം യകുൻ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക. നബിയേ, അങ്ങയുടെ ഔദാര്യം ഞാൻ കാക്ഷിക്കുന്നു നബിയേ. ഈ പാവപ്പെട്ട അബൂ ഹനീഫക്ക് തങ്ങളല്ലാതെ ലി അബീ ഹനീഫത ഫിൽ അനാമി സിവാക, തങ്ങളല്ലാതെ മറ്റൊരു സഹായി ഇല്ല നബിയേ. സൃഷ്ടികളിൽ ഒരു സഹായിയായിട്ട് തങ്ങളല്ലാതെ മറ്റാരുമില്ല നബിയേ. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ തങ്ങളുടെ ഇസ്തിഗാസ. പറയൂ നിങ്ങൾ, മുജാഹിദിന്റെ നേതാവ് പറഞ്ഞത് എന്താണ്? തൊട്ടു കാണിക്കാൻ പറ്റുന്ന ശിർക്ക്, കൊടിയ ശിർക്ക്, കടുത്ത ശിർക്ക്. ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ മുശ്രിക്കാണോ?
ഇമാം ബുഖാരി നേരത്തെ പറഞ്ഞ ഇമാം ബുഖാരി മുശ്രിക്കാണോ? അവർ ശിർക്ക് പ്രചരിപ്പിച്ചവരാണോ? അവർ ശിർക്കിന് പച്ചക്കൊടി കാണിച്ചവരാണോ? ഖുർആനും സുന്നത്തും അറിയാത്തവരാണോ? തൗഹീദ് അറിയാത്തവരാണോ? ഈ രാജ്യത്തുള്ള സാധാരണക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. ഇത് സഹോദരന്മാരെ, കഴിഞ്ഞോ? ഇതാരാ? ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ. 3 ലക്ഷത്തോളം ഹദീസ് പാണ്ഡിത്യമുള്ള മഹാവ്യക്തിത്വം. സഹീഹുൽ ബുഖാരിക്ക് വിശ്രുതമായ വ്യാഖ്യാനം ഫത്ഹുൽ ബാരി എഴുതിയ മഹാപണ്ഡിതൻ, മുജാഹിദുകൾക്ക് കൂടി സ്വീകാര്യനായ പണ്ഡിതൻ. അവരുടെ ഗ്രന്ഥങ്ങളിൽ എത്രയോ പല സ്ഥലങ്ങളിലായി ഉദ്ധരണികൾ ചേർത്തിട്ടുള്ള മഹാത്മാവ് ആ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് വഫാത്തായിട്ട് 700 വർഷം പിന്നിട്ട അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു പറയുന്നു, യാ സയ്യിദർ റസൂലില്ലദീ ഫാഖൽ വറാ ബഅസൻ സമാ കുല്ലൽ വജൂദി വജൂദാ. മുർസലുകളുടെ നേതാവായ, സൃഷ്ടികൾക്ക് അത്യുത്തമരായ നബിയേ, വഫാത്തായി 700 വർഷം പിന്നിട്ടതിന് ശേഷം വിളിക്കുകയാണ്. എന്താ വിളിച്ചു പറയുന്നതെന്നോ? ഹാദീ വറാഅതു മുദ്നിബിൻ മുതമസ്സികി ബിബലായികും യൗമ കാന വലീദാ. നബിയേ, ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ള ഞാൻ തങ്ങളോടിതാ വളരെ വിനീതമായി വിനയാന്വിതനായി തേടുന്നു നബിയേ. യർജൂ ബികൽ മഹ്യ സഈദ വബഅസഹു ബഅദൽ മമാതി ഇലൻ നഈമി ഷഹീദാ. നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ വിജയശ്രീലാളിതനായി എനിക്ക് സ്വർഗത്തിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നബിയേ. ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം ചോദിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ചിന്തിക്കുന്നവരെ, ഭക്ഷണം കഴിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് ഈ ശിർക്കും തൗഹീദൊന്നും തിരിഞ്ഞില്ലേ? മുജാഹിദ് ഓതുന്ന മാ നഅബുദുഹും ഇല്ലാ ലിയുഖരിബൂനാ ഇലല്ലാഹി സുൽഫാ, ഈ ആയത്തിന്റെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് തിരിഞ്ഞില്ലേ? ഇമാം ബുഖാരിക്ക് മനസ്സിലായില്ലേ? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും, ഈ ആയത്തിന്റെ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനിക്ക് തിരിഞ്ഞില്ലേ? അവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവർക്കറിയാം ഈ റസൂലുള്ളാഹിനെ വിളിക്കുന്നത് ആയത്തുകൾക്കെതിരല്ല, അത് ശിർക്കല്ല, അത് കുഫ്റല്ല. സഹോദരങ്ങളെ, നോക്ക് നിങ്ങൾ, ഇതേതാ? ഖാദിൽ ഖുലാത്ത് മുഹമ്മദ് ഇബ്നു അലി ഇബ്നു അബ്ദുൽ വാഹിദ് അൽ അൻസ്വാരി തന്റെ ഉജാലത്തുർ റാകിബ് ഫീ ദിക്രി അഷ്റഫിൽ മനാഖിബ് എന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിൽ ഹാഫിദ് എന്ന് പറയണമെങ്കിൽ തന്നെ 1,00,000 ഹദീസ് മനപ്പാഠമുണ്ടാവണം. അവർക്ക് ഹാഫിദ് എന്ന് പറയുള്ളൂ. അവർ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ സഹായം ചോദിക്കുകയാണ്. എന്താ പറയുന്നത്? യാ സയ്യിദി യാ റസൂലല്ലാഹി യാ അമലി യാ മൻ അലൂദു ബിഹി ഇൻസല്ലത്തിൽ ഖദമു. കാലുകൾ വഴുതി വീഴുന്ന ദിവസം എനിക്ക് അഭയം പ്രാപിക്കാനുള്ള നബിയേ, എന്റെ പ്രത്യാശയായ നേതാവായ നബിയേ, അഷ്കൂ ഇലൈക ദുനൂബൻ അൻത തഅലമുഹാ ഇല്ലം തകുൻ മുദ്രികി ഹഫത് ബിയന്നിഖമു. നബിയേ, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നബിയേ, അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു നബിയേ. തങ്ങൾ എന്നെ പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഇല്ലം തകുൻ മുദ്രികി ഹഫത് ബിയന്നിഖമു, തങ്ങൾ എന്നെ പിടിച്ച് രക്ഷപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നബിയേ, എനിക്ക് പാരത്രിക ലോകത്ത് ശിക്ഷ അനുഭവിക്കേണ്ടി വരുമല്ലോ നബിയേ. ആരാ പറയുന്നത്? ഹാഫിദ് ഇബ്നു സംലക്കാനി. പറയൂ നിങ്ങൾ, മുജാഹിദുകളുടെ ഭാഷയിൽ കൊടിയ ശിർക്ക്, തൊട്ടുകാണിക്കാൻ പറ്റുന്ന ശിർക്ക് എന്നാ സക്കരിയ സലാഹി നേരത്തെ ആക്രോശിച്ചത്. എങ്കിൽ പറയൂ, ഇവരൊക്കെ മുശ്രിക്കാണോ, കാഫിറാണോ? ഇവർക്കൊന്നും തൗഹീദ് തിരിഞ്ഞിട്ടില്ലേ? സഹോദരങ്ങളെ, എന്തിന് 100 എണ്ണം എന്റെ കയ്യിലുണ്ട്, 100 എണ്ണം. അത് പറയാൻ എന്നെ സമയം അനുവദിക്കുന്നില്ല. ഇമാം നവവി റഹിമഹുല്ലാ പണ്ഡിത ലോകത്ത് തർക്കമില്ലാത്ത മഹാവ്യക്തിത്വമാണ്. 600ഓളം മഹത്തായ ഗ്രന്ഥങ്ങൾ എഴുതിയ വ്യക്തിയാണ്. തന്റെ വൈജ്ഞാനിക സേവനത്തിനിടെ ഇടയിൽ വിവാഹം കഴിക്കാൻ വരെ മറന്ന വ്യക്തിയാണ്.
നമ്മൾ എന്തു മറന്നാലും കല്യാണം കഴിക്കാൻ മറക്കൂല എന്ന് ഉറപ്പല്ലേ? നവവി ഇമാമിന് അതിന് വരെ സമയം കിട്ടിയിട്ടില്ല. സുന്നികളും മുജാഹിദുകളും തർക്കമുണ്ടാകുമ്പോ ഒരു ഹദീസ് സ്വീകാര്യമാണോ അല്ലേ എന്ന ചർച്ച വരുമ്പോൾ സഹോദരങ്ങളെ, നവവി ഇമാം പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് സ്വഹീഹാണ് എന്ന് പറഞ്ഞാൽ പിന്നെ സുന്നിക്കും മുജാഹിദിനും സംവാദത്തിലോ തർക്കത്തിലോ പിന്നെ തീർപ്പായി. അത്രക്കും വലിയ മഹാനാണ് ആ നവവി ഇമാം റഹിമഹുല്ലാ. നോക്ക് നിങ്ങൾ, അല്ലാഹ് തന്റെ വിശ്രുതമായ ശർഹുൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകുമ്പോ എന്താണ് സ്വീകരിക്കേണ്ട നിലപാടെന്നോ അവിടെ വിശദീകരിക്കുകയാണ് മഹാനവറുകള്. ആദ്യം റസൂലുള്ളാഹി തങ്ങൾക്ക് സലാം പറയണം, പിന്നെ ഉമറുൽ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബറിന് സലാം പറയണം, ഉമറുൽ ഫാറൂഖിന് സലാം പറയണം. എന്നിട്ട് ഒന്നാമത് നിന്ന ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വരണം. അള്ളാഹുവിന്റെ റസൂല് ഖബർ ഷരീഫിൽ കിടക്കുമ്പോ ഖബറിന്റെ റസൂലുള്ളാഹിന്റെ മുഖത്തോട് മുഖമായി നിന്നുകൊണ്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഭവ്യതയോടെ നിൽക്കണം. എന്നിട്ടോ ഇമാം നവവി റഹിമഹുല്ലാ ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിക്കുകയാണ്, വയതവസ്സലു ബിഹി ഫീ ഹഖ്ഖി നഫ്സിഹി. അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് അവൻ തവസ്സുൽ ചെയ്യണം. അത് ശിർക്കാണ് എന്നല്ല, അത് ബിദ്അത്താണ് എന്നല്ല പറയുന്നത്. റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ ചെയ്യണം. എന്നിട്ട് നവവി ഇമാം പറയുന്നു, വയസ്തശ്ഫിഉ ബിഹി ഇലാ റബ്ബിഹി സുബ്ഹാനഹു. അല്ലാഹുവിന്റെ റസൂലിനോട് ശഫാഅത്ത് തേടുകയും വേണം. ഞങ്ങളെ വകയല്ല. ലോക പ്രശസ്ത പണ്ഡിതൻ, ഹിജറ 676 വഫാത്തായ മഹാപണ്ഡിതൻ ഇമാം നവവി തന്റെ വിശ്രുതമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുന്നു, റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടണം. വഫാത്തായി ഖബറിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളോട് ശുപാർശ തേടണം. മുജാഹിദിന്റെ ഭാഷയിൽ കൊടിയ ശിർക്ക്, തൊട്ടുകാണിക്കാൻ പറ്റുന്ന ശിർക്ക്. നവവി ഇമാം പറയുന്നതോ അങ്ങനെ ചെയ്യൽ സുന്നത്താണ്. ചിന്തിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഈ നവവി ഇമാം മുശ്രിക്കാണോ? ഈ നവവി ഇമാമിന് തൗഹീദ് തിരിഞ്ഞില്ലേ? ഇവർക്ക് ഖുർആൻ തിരിഞ്ഞില്ലേ? ഇവർക്ക് സുന്നത്ത് തിരിഞ്ഞില്ലേ? സക്കരിയ സലാഹിയുടെ ഭാഷ കടമെടുത്തു പറഞ്ഞാൽ ഇവര് 4 മുർച്ചുത്തികൾക്ക് ഈ ഖുർആൻ തിരിഞ്ഞുള്ളൂ, ഈ 4 മുർച്ചുത്തികൾക്ക് മാത്രമേ സുന്നത്ത് തിരിഞ്ഞുള്ളൂ. അല്ലല്ലോ, ഇവരല്ലേ അനുകരിക്കപ്പെടേണ്ട പണ്ഡിതർ. ഈ മഹാത്മാക്കളൊക്കെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. സഹോദരന്മാരെ, ഞാൻ ആ ഭാഗം നീട്ടി പറഞ്ഞാൽ ഒരുപാട് എനിക്ക് പറയാനുണ്ട്. പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുകയാണ്. ഞാൻ പറയുന്നത്, അപ്പൊ പൂർവീകരായ മുസ്ലിമീങ്ങളൊക്കെ ചെയ്ത നടപടിയാണ് സുന്നികളായ ഞങ്ങൾ റസൂലുള്ളാഹിനെ വിളിച്ചു ചെയ്യുന്നത്. അത് ശിർക്കല്ല, കുഫറല്ല. അതിന്റെ പേരിൽ കേരളത്തിലുള്ള സുന്നികൾ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണെന്ന് പറയാൻ ഒരു ശക്തിക്കും കഴിയില്ല. എന്നാൽ മുജാഹിദുകൾ നമ്മളെ മുശ്രിക്കാക്കാൻ വേണ്ടി, ഇസ്തിഗാസ മുഖേന മുശ്രിക്കാക്കാൻ വേണ്ടി അവർ പറഞ്ഞിരുന്ന ഒരു പഴയ തൗഹീദ് ഉണ്ടായിരുന്നു അവർക്ക്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. ഇനി മൗലവിമാര് മാത്രമേ പ്രസംഗിക്കുള്ളൂ. അവരുടെ പുതിയ തൗഹീദ് ഞാൻ നിങ്ങളെ മുമ്പിൽ വിശദീകരിക്കാൻ പോവുകയാണ്. എന്താ അവർ ഇതുവരെ പറഞ്ഞിരുന്ന ഒരു തൗഹീദ് ഉണ്ട്. എന്തായിരുന്നു തൗഹീദ്? കഴിഞ്ഞ 85 വർഷക്കാലം പറഞ്ഞൊരു തൗഹീദ്. അഭൗതിക മാർഗത്തിൽ, മറഞ്ഞ വഴിയിൽ, അസാധാരണ വഴിയിലൂടെ അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ കഴിയുള്ളൂ. അഭൗതിക മാർഗത്തിൽ, മറഞ്ഞ വഴിയിലൂടെ വിവിധ പദപ്രയോഗം നടത്തും. മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ അസാധാരണ മാർഗത്തിൽ, മറഞ്ഞ വഴിയിൽ എന്നൊക്കെ മുജാഹിദ് പറയും. സഹോദരങ്ങളെ, അങ്ങനെ സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ, വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ടാണ് മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂലുള്ളാഹി തങ്ങളെ നമ്മൾ വിളിച്ചാൽ നമ്മൾ മുശ്രിക്കാണെന്ന് പറയുന്നത് അതുകൊണ്ടാണത്രേ. കഴിഞ്ഞ 85 വർഷക്കാലം മുജാഹിദ് ഇത് പറയാൻ തുടങ്ങിയപ്പോ അക്കാലത്തുള്ള കേരളത്തിലെ അഹ്ലുസുന്നയുടെ തലയെടുപ്പുള്ള ഉലമാക്കൾ പറഞ്ഞു, മക്കളെ നിങ്ങളത് പറയരുത്, അത് വിഡ്ഢിത്തമാണ്. അഭൗതികമായ രൂപത്തിൽ സഹായിക്കാനുള്ള കഴിവ് അള്ളാഹുവിന്റെ മഹാത്മാക്കൾക്ക് കഴിയും. മുഅ്ജിസത്ത്, കറാമത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അഭൗതികമാണ്, അസാധാരണമാണ്, സാധാരണക്കുള്ള വിരുദ്ധമായതാണ്.
അതിലൂടെ മുഅ്ജിസത്ത് കറാമത്തിലൂടെ മഹാത്മാക്കൾക്ക് സഹായിക്കാൻ കഴിയുമെന്ന് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ പറഞ്ഞു. മുജാഹിദുകൾ അത് സമ്മതിച്ചില്ല. അവർ ഓതി അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഖുർആനിന് വിരുദ്ധാണ്. ഏതാ ആയത്ത്? ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും. അപ്പോൾ മുജാഹിദുകൾ സഹോദരങ്ങളെ സുന്നികളുടെ ഉലമാക്കൾ പറഞ്ഞു നിങ്ങളത് പറയരുത്. ജിന്നുകൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്, പിശാചുക്കൾ എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. മനുഷ്യരില്ലാത്ത ഒരുപാട് കഴിവുകൾ അവർക്കുണ്ട്, അതുകൊണ്ട് അവർ സഹായിക്കും. അത് പറഞ്ഞപ്പോ മുജാഹിദ് പറഞ്ഞു അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും. അത് ശിർക്കാണ്, കുഫറാണ്. മുജാഹിദിന്റെ പഴയ തൗഹീദ് എന്നാൽ 2007 സഹോദരങ്ങളെ ആ തൗഹീദ് മുജാഹിദുകൾ തന്നെ പൊളിച്ചെഴുതുകയാണ്. സുന്നികളെ മുശ്രിക്കാക്കാൻ വേണ്ടി ഉപയോഗിച്ച തൗഹീദ് ഏതോ ആ തൗഹീദ് മുജാഹിദുകൾ തന്നെ പൊളിച്ചെഴുതുന്ന ദാരുണമായ അല്ലെങ്കിൽ സന്തോഷകരമായ രംഗമാണ് നമുക്ക് 2007 കാണാൻ കഴിയുന്നത്. ഞാൻ അതാണ് നിങ്ങളെ മുമ്പിൽ ഇനി കാണിക്കാൻ പോകുന്നത്. മുജാഹിദുകളുടെ പഴയകാല തൗഹീദ്, മുജാഹിദ് മൗലവിമാർക്കൊക്കെ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തിരുന്ന, കേരളത്തിലെ അവരുടെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതൻ എന്നവർ പരിചയപ്പെടുത്തിയിരുന്ന അബ്ദുസലാം സുല്ലമി പഴയകാല തൗഹീദ് വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അദ്ദേഹം പഴയ തൗഹീദ് ഒന്ന് പറയട്ടെ. അതിന്റെ ഇടക്ക് മുജാഹിദിന്റെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനാണിത്. എനിക്ക് ആള് മാറിയതോ ഇതര സമുദായത്തിൽപ്പെട്ട ആളാണെന്നൊന്നും നിങ്ങൾ കരുതണ്ട. മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതനാകുമ്പോൾ അതിങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളെ ഹദീസ് പണ്ഡിതന്മാർ കണ്ടോളൂ നിങ്ങൾ, അതിങ്ങനെ ആയിരിക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാവട്ടെ ഈ ഏറ്റവും വലിയ മുജാഹിദിന്റെ ഹദീസ് പണ്ഡിതൻ അവർ കൊട്ടിഘോഷിക്കുന്ന അബ്ദുസലാം സുല്ലമി പഴയ തൗഹീദ് വിശദീകരിക്കുകയാണ്. അതൊന്ന് കേൾക്ക് നിങ്ങൾ. എന്നത് തിരിച്ചയക്കുവാനും അയക്കുവാനും മറഞ്ഞ മാർഗത്തിലൂടെ നന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. മറഞ്ഞ മാർഗത്തിൽ തിന്മ വരുത്തുവാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ സിഹറിൽ വിശ്വാസം ഉണ്ടാവും. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ നന്മ വരുത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് സാധിക്കുള്ളൂ. അഭൗതിക മാർഗത്തിലൂടെ തിന്മ വരുത്താനും അള്ളാഹുവിനെ സാധിക്കുള്ളൂ. കാരണം അഭൗതികമായ മാർഗത്തിലൂടെ നന്മ വരുത്താൻ ആർക്കേ സാധിക്കുള്ളൂ? അള്ളാഹ്ക്ക് സാധിക്കുള്ളൂ. അഭൗതികമായ രൂപത്തിലൂടെ നന്മ വരുത്താനും തിന്മ വരുത്താനും അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അള്ളാഹു അല്ലാത്തവർക്ക് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്, തൗഹീദ് നിന്ന് പുറത്താണ് എന്നപ്പോ പഴയ തൗഹീദ് പറയുന്നത്. സഹോദരന്മാരെ, ഇനി മുജാഹിദ് നേതാവ് സക്കരിയ സലാഹി തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പഴയ തൗഹീദ് അയാൾ പറയുന്ന പഴയ തൗഹീദ് നിങ്ങളൊന്ന് കേൾക്ക്. പറയട്ടെ. അപ്പൊ മാരണം ചെയ്തു എന്ന വിശ്വാസം ഒരാളെ കുറിച്ച് നമുക്കുണ്ടായാൽ അത് നമ്മൾ തിരുത്തണം. അങ്ങനെ ഒരാളെ കുറിച്ച് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. തൗഹീദ് അനുസരിച്ച് ഇപ്പൊ ചില ആളുകൾക്ക് സംശയം, അത് ഫലിക്കോ ഫലിക്കൂലേ എന്ന് ചർച്ച ചെയ്യണം. എന്തിനാ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലിക്കൂല എന്നല്ലേ നമ്മളെ വിശ്വാസം. അതനുസരിച്ച് നമ്മൾ നിന്നാ മതി. എത്ര ചെഴുത്താന്മാർ ഒന്നിച്ച് സീർ ചെയ്താലും ഇപ്പൊ ഞമ്മക്ക് വെല്ലുവിളിക്കുന്നു. ഞങ്ങളൊക്കെ ഇപ്പൊ ഇതിന്റെ പ്രസംഗിച്ചടക്കുന്ന ആളുകളാ. എന്നാ ഈ സീറന്മാർക്ക് ഞങ്ങൾക്കൊക്കെ ഇതിലൊക്കെ സീർ ചെയ്തൂടെ? ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പാറാൽക്ക് എത്രയിന് പകരം വേറെ എവിടെങ്കിലും പോയി ഇറങ്ങൂലേ? കാരണം പറയണ അങ്ങനെയാണ്, യാത്ര പുറപ്പെട്ട ആളെ തിരിച്ചുവിടാൻ കഴിയുന്ന പൊട്ടി തിരിക്കാന്നൊക്കെ അതിന് പറയാം. അതിനുള്ള എന്തെങ്കിലും കൂടോത്രം ചെയ്താല് പാറാൽക്ക് വന്ന ഞാൻ വേറെ എവിടെ പോയി ഇറങ്ങൂല. അന്ധവിശ്വാസത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പോണ്ട ചങ്ങായി, മോൻ അവിടെ എത്താതെ തട്ടി തിരിഞ്ഞ് എവിടെങ്കിലും എത്തണമെന്ന് വിചാരിച്ചാ പോരെ. മാത്രമല്ല ഇസ്രായേലിനെതിരെ വലിയ സിഹ്റൻ ചെയ്താൽ പോരെ. അറബ് രാഷ്ട്രങ്ങളൊക്കെപ്പാടെ കൂടി കോടിക്കണക്കിന് ഉറുപ്പ്യ ചെലവാക്കിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക ഇസ്രായേലിനെ കൊണ്ട്. എന്നാ ഒരു ഇസ്രായേലിനെതിരെ സിഹ്റൻ ചെയ്താൽ പോരെ. അപ്പൊ സുഹൃത്തുക്കളെ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന്റെ മാത്രമേ സാധിക്കൂ എന്ന് വിശ്വസിക്കുന്ന ഒരാള് സിഹിർ ഫലിക്കോ ഫലിക്കൂലോ എന്ന് പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. കണ്ടോ, മറഞ്ഞ മാർഗത്തിലൂടെ ഖൈറും ഷർറും വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ എന്നാണ് തൗഹീദ്. അത് വിശ്വസിക്കുന്ന ആളുകൾ പിന്നെ സിഹിർ ഫലിക്കോ ഫലിക്കൂല എന്ന് ചർച്ച ചെയ്യേണ്ട കാര്യം തന്നെയില്ല. സിഹിർ ഫലിക്കൂല, സിഹിർ പിശാചിന്റെ പ്രവർത്തനമാണല്ലോ, അത് ഫലിക്കൂല. ഇത് പഴയ തൗഹീദാട്ടോ, ഇതൊക്കെ പഴയ തൗഹീദാ. എന്നാ പുതിയ തൗഹീദ് സഹോദരന്മാരെ 2007 ജന്മം കൊള്ളുകയാണ്. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്നറിയോ? സാധാരണഗതിയിൽ നമുക്കറിയാം, ഏത് നാട്ടിലും മുജാഹിദ് 4 ആളും പുതിയാപ്പിള ഉണ്ടാവുള്ളൂ, നമുക്കറിയാം, അത്രേ ഉണ്ടാവുകയുള്ളൂ. പിന്നെ അവർ നിലനിൽക്കുന്നത് എങ്ങനെ? ഗൾഫിൽ നിന്ന് അറബികളായ സലഫികളായ അറബികളെ സോപ്പിട്ട് പണം തട്ടിക്കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ കിറ്റ്, റിലീഫ്, അതുപോലെ കക്കൂസ്, അതുപോലെ പിന്നെ കിണറ്, വെള്ളം, അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ചു പോകല സാധുക്കള്. അതിന് ഗൾഫിൽ നിന്ന് ആ പണം കൊണ്ടുവരല്. സഹോദരന്മാരെ, അറബികളും ഇവരെ കുറിച്ച് ഇത് മനസ്സിലാക്കി. ഈ പ്രാവശ്യം പോന്നപ്പോ അറബികൾ പറഞ്ഞു, ഈ 2007
മുജാഹിദ് നേതാക്കളെ വിളിച്ച് അറബികൾ പറഞ്ഞു, നിങ്ങൾ എല്ലാ കൊല്ലവും ഞങ്ങളെ പണം കൊണ്ടുപോകാറുള്ളൂ, അതുകൊണ്ട് ഈ പ്രാവശ്യം പോകുമ്പോൾ പണം മാത്രം പോരാ, കുറച്ച് തൗഹീദും കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ ഗൾഫിലുള്ള അറബികൾ, അവിടെ പോയ ആളുകൾക്ക് അറിയാം ഈ ജിന്നിര് പിശാചിര് സിഹിരുകളൊക്കെ വലിയ വിശ്വാസമുള്ള ആളുകളാണ്. അപ്പൊ ആ തൗഹീദും കുറച്ച് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. മൗലവിമാർ പണം കിട്ടണമെങ്കിൽ ഈ തൗഹീദും കൊണ്ടുപോകാൻ നിർബന്ധിതരായി. 2 ചാക്കുകൊണ്ടാണ് ഈ പ്രാവശ്യം മൗലവിമാര് ഗൾഫിൽ നിന്ന് വരുമ്പോ വരുന്നത്. ഒരു ചാക്കിൽ തൗഹീദും ഒരു ചാക്കിൽ പണമാണ്. അങ്ങനെ മുജാഹിദ് സെന്ററിൽ വന്നു മൗലവിമാരൊക്കെ വന്നു നോക്കിയപ്പോ ഒരു ചാക്ക് തുറന്നപ്പോൾ പണം എല്ലാവർക്കും അറിയാം. 2ാമത്തെ ചാക്കിൽ തൗഹീദാ. ആ തൗഹീദ് തന്നെ ഈ ജിന്നും പിശാചും ഒക്കെ പാടെ ആട്ടിപ്പിടിച്ചു കൊടുന്നതാ. അത് തുറന്നു നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന മൗലവിമാരെ ഈ തൗഹീദാണ് പിടികൂടി. അവിടെ ഉള്ള മൗലവിമാർക്കൊക്കെ ജിന്നും പിശാചുമാണ് കാരി. പിന്നെ അവർക്ക് വായിൽ വരുന്നത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ എന്താണ് പറയേണ്ടത് എന്നറിയുന്നില്ല. അങ്ങനെ സക്കരിയ സലാഹി തന്നെ പുതിയ തൗഹീദ് പ്രസംഗിക്കുകയാണ് 2007. എന്ത്? ഞാനും പണ്ട് ഇത് പ്രസംഗിച്ചിരുന്നു. ഈ തൗഹീദ് ശരിയല്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമായി. അള്ളാഹു എനിക്ക് പുറത്തു തരുമാറാവട്ടെ. സക്കരിയ സലാഹി പറയുന്നത് നിങ്ങൾ കേൾക്ക്. പിന്നെ സുഹൃത്തുക്കളെ, നമ്മളും ഒക്കെ മുമ്പ് പറഞ്ഞു, ഈ സലാസുല്ലമി ഞങ്ങളെ പഠിപ്പിച്ച എന്താ അറിയോ, മറഞ്ഞ മാർഗത്തിലൂടെ സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സഹായിക്കുള്ളൂ. അതുകൊണ്ട് സീർ മുഖേന നമ്മൾ സഹായിക്കുന്നു വിചാരിച്ചാൽ തെറ്റാവും. ഞാനൊക്കെ കുറെ കാലം വിശ്വസിച്ച് പ്രസംഗിച്ചിറങ്ങിയിരുന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാനിപ്പോ പ്രാർത്ഥിക്കാൻ കണ്ടോ, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാൻ ഈ പറഞ്ഞ 85 കൊല്ലക്കാലം കേരള മുസ്ലിമീങ്ങളും ലോക മുസ്ലിമീങ്ങളെയും മുശ്രിക്കാക്കാൻ വേണ്ടി മുജാഹിദ് ഉപയോഗിച്ച തൗഹീദ് അത് ശരിയല്ല. അത് ഈ സലാസുല്ലമി മറഞ്ഞ വഴിയിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ. ജിന്നിന് കഴിയില്ല, പിശാചിന് കഴിയില്ല, ഔലിയാക്കൾക്ക് കഴിയില്ല എന്നൊക്കെ കുറെ കാലം പ്രസംഗിച്ച് നടന്നു. അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. എങ്ങനെയുണ്ട്? അപ്പോഴും മൂപ്പര കാര്യം മൂപ്പര് ചിന്തിക്കുന്നുള്ളൂ. 85 കൊല്ലക്കാലം ഈ തെറ്റായ തൗഹീദ് അനുസരിച്ച് ജീവിച്ച് മരിച്ചുപോയ ആളുകൾ അവര് നരകത്തിൽ അവിടെ കിടക്കട്ടെ, ഓല കാര്യം അവിടെ കിടക്കട്ടെ, എനിക്ക് അള്ളാഹു പുറത്തേരും ചെയ്യട്ടെ. ഇതാ മുജാഹിദ് പ്രസ്ഥാനം. പഴയ തൗഹീദാ. അയാളെന്ന് പറയുന്നു, ഞങ്ങളെ ഈ പഴയ തൗഹീദ് പൊട്ടത്തരാണ്. സക്കരിയ സലാഹി പറഞ്ഞു, നിങ്ങൾ കേൾക്ക്, അത് പൊട്ടത്തരാണ്. പറയട്ടെ. ഇപ്പൊ എന്റെ 2 ഓഡിയോ CD വെക്കുന്നുണ്ട്. ഓഡിയോ കാസറ്റുകൾ CD കിട്ടിയിട്ടില്ല. ഒന്ന് 98 ഞാൻ പ്രസംഗിച്ചതാണ്. ഈ സുല്ലമിയുടെ ശിഷ്യനായി വളർന്നു വന്ന ഞാൻ, അദ്ദേഹത്തിന്റെ സ്വാധീനത്താൽ ഉണ്ടായ ചില ആശയങ്ങൾ, സിഹിർ വലിക്കൂല, സിഹിർ വലിക്കുന്ന വിചാരിച്ച കലാഖദറിനെതിരാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പൊട്ടത്തരം, മണ്ടത്തരം, വിഡ്ഢിത്തരം, ഇങ്ങനെ കുറെ തരങ്ങളെ ഈ ക്യാമ്പിലുള്ളൂ, വേറെ ഒന്നുമില്ല. ഞങ്ങൾ പറഞ്ഞു ഇതുവരെയും പറഞ്ഞ തൗഹീദ് പൊട്ടത്തരാണ് എന്നാ ഇയാൾ ഈ പറയുന്നത്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിക്കണം. തൗഹീദ് കൊണ്ടാണ് ഈ കളി, തൗഹീദാണ് ഈ അമ്മാനമാടുന്നത്. നിങ്ങൾ ചിന്തിക്കണം. എന്നാൽ നിങ്ങൾക്കറിയോ, മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിരുന്ന ഈ പുതിയ മാറ്റങ്ങളൊന്നും അറിയാതെ മുജാഹിദ് നേതാവ് ഹനീഫ മൗലവി കായപ്പൊടി പഴയ തൗഹീദ് അനുസരിച്ച് പറയാണ്. എന്താ? ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോ, ഒരു വിഷമഘട്ടം വരുമ്പോ ഏത് ഷെയ്ഖിനാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുക? ഏത് ഔലിയക്കാ കഴിയുക? ഏത് ഉറുക്കിനാ കഴിയുക? ഏത് മക്ബറക്കാ കഴിയുക? ഇല്ല, അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്കും കഴിയില്ല. മൂപ്പര പഴയ തൗഹീദ് ഒന്ന് കേൾക്കുങ്ങൾ. ഹനീഫ കായക്കൊടി പറയുന്നത്. നാം ആദ്യം മുസ്ലിങ്ങൾ സ്വയം ചോദിച്ചു നോക്കുക, പടച്ചതമ്പുരാൻ നിശ്ചയിച്ച ഒരു ദുരന്തത്തിൽ നിന്ന് ആർക്കാണ് കാത്തുരക്ഷിക്കുവാൻ കഴിയുക? പ്രിയപ്പെട്ടവരെ, ഏത് ശൈഖിനാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക? ഏത് തങ്ങൾക്കാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുക? തീർച്ചയായും ഇല്ല എന്ന തിരിച്ചറിവ് മുസ്ലിമിനുണ്ടാകണം. ഏത് ശൈഖിനാ കഴിയുക? ഏത് ആർക്കും കഴിയില്ല, ഇല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. അള്ളാഹുവിന് മാത്രമേ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായിക്കാൻ കഴിയുകയുള്ളൂ. ഇത് പഴയ തൗഹീദാ. എന്തുകൊണ്ട്? ഇയാളെ ഈ തൗഹീദ് പ്രസംഗം കേട്ടപ്പോ മുജാഹിദിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ മൗലവി പാലത്ത് എന്ന് പറഞ്ഞ ആളെ പറ്റി പറയാനുള്ള നാട് അതല്ല, ഷംസുദ്ദീൻ പൊട്ടമുറി എന്നാണ് ആളെ നാടിന്റെ പേര്. ഞാൻ അവിടെ പോയി പ്രസംഗിച്ചതാ, അതുകൊണ്ട് പറഞ്ഞതാ. പൊട്ടമുറി എന്നാണ് ആളെ പേര് പോലെ തന്നെ ആളെ സംഗതിയും. ഏതോ ആവട്ടെ, അയാൾ പറയുന്നത് കാണാം, ഹനീഫ മൗലവി അള്ളാഹ്ക്ക് മാത്രല്ലട്ടോ സഹായിക്കാൻ കഴിയ, പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കാൻ ജിന്നുകൾക്ക് കഴിയും. പുതിയ തൗഹീദ് രംഗത്ത് വരികയാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ജിന്നുകൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയും. നല്ല ഒരു ജിന്നിന്റെ സപ്പോർട്ട് നമുക്ക് വേണം. ഒരു നല്ല സൂപ്പർ ജിന്നിനെ പോക്കറ്റിലിട്ട് കൊണ്ടു നടക്കണം എന്നാണ് മൂപ്പര് പ്രസംഗത്തിൽ നിന്ന് ആകത്തുക വരിക. അതുകൊണ്ട് മൂപ്പര് പറയാ, സുബ്ഹിക്ക് നമ്മൾ കിടന്നുറങ്ങുകയാണെങ്കിൽ ആ ജിന്നുകൾ നമ്മളെ വിളിച്ചുണർത്തും. വാഹന അപകടങ്ങളിൽ നിന്ന് വരെ ജിന്നുകൾ നമ്മളെ രക്ഷപ്പെടുത്തും. പറയട്ടെ, പുതിയ തൗഹീദ് ഷംസുദ്ദീൻ മൗലവി പാലത്തെന്ന് പറയുന്നത് കേൾക്കൂ നിങ്ങൾ. നല്ലത് ഇഷ്ടം പോലെ ഉണ്ട്, എത്ര ചീത്തണ്ടോ അത്ര തന്നെ നല്ലതുണ്ട്. ആ നല്ലവരെ നമുക്ക് സുഹൃത്തുക്കളായി കിട്ടിയാൽ
ജീവിതത്തിൽ വളരെ ഉപകാരപ്പെടും. പിന്നെ സുബൈക്ക് നമ്മൾ കിടന്നുറങ്ങൂല, അവർ വിളിച്ചുണർത്തിക്കോളും. അതിനെന്താ വഴി? അതിന് വഴിയുണ്ടായി ഞാൻ പറയാൻ പോവാണ്. അപ്പൊ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം, എപ്പോഴും നമുക്ക് ഒരു നല്ല ജിന്നിന്റെ സപ്പോർട്ട് വേണം. മനസ്സിലായില്ലേ? എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നിങ്ങൾ റോട്ടിലൂടെ നടക്കുന്ന നേരത്ത് അപ്രതീക്ഷിതമായിട്ടൊരു അപകടം വന്ന ആ അപകടത്തിൽ നിന്ന് പോലും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ജിന്നുകൾക്ക് നമുക്ക് കഴിയും. 2007 തൗഹീദായി പറഞ്ഞത് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരെ ജിന്നുകൾക്ക് കഴിയും. കഴിഞ്ഞിട്ടില്ല. കേൾക്കുങ്ങൾ റോഡിന്റെ അരികിലൂടെ നടക്കുന്ന ഒരു വാഹനം വന്നു, പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങളാരോ തള്ളിയും തോന്നി. ആരുമല്ല, നിങ്ങളെ സുഹൃത്താണ്. സംഭവിക്കാം, അതാണ് മാറും. എത്ര സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ ഒഴിഞ്ഞു, നമ്മൾ വിചാരിക്കും ഞാൻ എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു, ഒട്ടും ഞാൻ അവിടുന്ന് വണ്ടി ഒന്നും ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ഒഴിഞ്ഞാണ്ട് പോയി എന്ന് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പലരും പറയാറുണ്ട്. അതിന്റെ പിറകിൽ നമ്മളെ സഹായിക്കാൻ അപ്പൊ ജിന്നു വർഗത്തിൽ സഹായികളുണ്ട്. കണ്ടോ, ജിന്നു വർഗത്തിൽ സഹായികളുണ്ട്. മുജാഹിദ് പഠിപ്പിച്ച പഴയ തൗഹീദ് മുജാഹിദിന്റെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. എന്താ പറഞ്ഞിരുന്നത്? വയനാട് ചുരത്തിൽ കയറുമ്പോ 6ാം വളവിൽ നിന്ന് വാഹനത്തിന്റെ ബ്രേക്ക് പോയാൽ അല്ലാഹു എന്നല്ലാത്ത മറ്റെന്തെങ്കിലും ഒരു ചിന്ത വന്നോ അവൻ കാഫിറാണ്, മുശ്രിക്കാണ്, ഇസ്ലാം എന്ന് പുറത്തുപോയി. ഇപ്പൊ പറയുന്നതോ വാഹന അപകടങ്ങൾ അങ്ങനെ വരികയാണെങ്കിൽ, ചുരത്തിലാണെങ്കിലും അല്ലെങ്കിലും വാഹന അപകടങ്ങൾ വരുമ്പോ അവിടെ രക്ഷപ്പെടുത്താൻ ജിന്നുകൾ ഉണ്ടാകും. നോക്കുങ്ങള്, തൗഹീദ് പെട്ടെന്ന് മാറുകയാണ്. 2007 തൗഹീദ് പണം കണ്ട് കിട്ടുമ്പോ തൗഹീദ് കണ്ട് മാറുകയല്ലേ തന്നാലേ. ഷംസുദ്ദീൻ മൗലവി ഇത് പറഞ്ഞപ്പോ കെ സക്കരിയ സലാഹി പറയാണ്, ഷംസു എടാ ജിന്നുകൾക്ക് മാത്രല്ല സഹായിക്കാൻ കഴിയാ, ശൈത്താന്മാർക്കും കഴിയും. ഓരോരോ ആൾക്കാർക്കല്ലേ ഓരോരുത്തരെ പറ്റി തീയുള്ളൂ, ഞമ്മക്കിപ്പോ അറിയില്ലല്ലോ. ഷംസുദ്ദീൻ പാലത്തിനോട് ഇയാള് പറയാ ശൈത്താന്മാർക്കും സഹായിക്കാൻ കഴിയും. ഞമ്മക്ക് ഒരു കാര്യം ഉറപ്പാണ്, എന്താ? അമ്പിയാക്കളും ഔലിയാക്കും സഹായിക്കാൻ കഴിയും. ഞമ്മക്കത് ഉറപ്പാണ്, അത് നമുക്ക് പരിചയമുണ്ട്. ഇതിനെപ്പറ്റി നമുക്കറിയില്ല, ഇത് മൂപ്പർക്ക് അറിയാം. സക്കരിയ സലാഹി പറയുന്നു, ഈ ശൈത്താന്മാര് പ്ലെയിന് പറക്കുന്നത് പോലെ പോകാൻ ശൈത്താന്മാർക്ക് കഴിയും. എന്നിട്ട് ജർമ്മനിയിലുള്ള മരുന്ന് 1/2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിക്കാൻ കഴിയും. ആരാ പറയണത്? ജിന്നുകളെ കുറിച്ചല്ല, ശൈത്താന്മാര് സഹായിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ട് പുതിയ തൗഹീദ് സക്കരിയ സലാഹി പറയുന്നു. കേട്ടോളി നിങ്ങൾ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഈ ശിർക്കൻ കേന്ദ്രങ്ങളിലുള്ള പല ആളുകൾ ദിവ്യാത്ഭുതങ്ങൾ കാണിക്കും അല്ലേ? അതൊക്കെ യഥാർത്ഥത്തിൽ ശൈത്താനെ ഉപയോഗിച്ചാണ് അവരതൊക്കെ ചെയ്യുന്നത്. ശൈത്താനാണ് അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോ വിഭൂതി എടുത്തു കൊടുക്കുന്നു. ചില തട്ടിപ്പുകളിലൂടെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ HMT വാച്ച് കൊടുക്ക്, അവിടെ കൊടുക്കും. ജർമ്മനിയിലുള്ള മരുന്ന് 1/2 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത്. എങ്ങനെ? പ്ലെയിന് പോകുമ്പോൾ പോകാൻ ശൈത്താന് കഴിയും. അതുകൊണ്ടാണല്ലോ ജിന്നിൽപ്പെട്ട മല്ലൻ പറഞ്ഞു എന്ത് സുലൈമാൻ നബിയോട്, നിങ്ങൾ ഇവിടുന്ന് എണീക്കുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാം? ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാൻ. അത്രയും ഭാരമുള്ള സിംഹാസനം ആ വായുവിലൂടെ ഇങ്ങനെ വഹിച്ചു കൊണ്ടുവരാൻ ആർക്ക് കഴിയും? പിശാചിന് കഴിയും. മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. സുലൈമാൻ നബിയുടെ ചരിത്രങ്ങൾ ഖുർആനിൽ നിന്ന് എടുത്തു നോക്കൂ. സുലൈമാൻ നബിയുടെ സൈന്യത്തില് ജിന്നുകളുണ്ടായിരുന്നു. ആ ജിന്നുകളെ സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു. ആ ജിന്നുകൾ ഉപയോഗിച്ച് കടലിൽ മുങ്ങി രത്നങ്ങൾ എടുക്കാൻ, വലിയ വലിയ മണിമാളികകൾ പണിയാൻ ഒക്കെ അദ്ദേഹം ശൈത്താൻ ഉപയോഗിച്ചിരുന്നു. അപ്പൊ പിശാചിന് മനുഷ്യനില്ലാത്ത ഒരുപാട് കഴിവുകൾ. ആ കഴിവുകൾ കൊണ്ടൊക്കെ പിശാജ് അവന്റെ ആളുകളെ സഹായിച്ചുകൊണ്ടിരിക്കും എന്നാണ് ഇപ്പൊ സക്കരിയ സലാഹി പുതിയ തൗഹീദ് അവതരിപ്പിക്കുന്നത്. ഇത് കേൾക്കുമ്പോ ഇയാളുടെ ഗുരുനാഥനും ഇയാളുടെ 6 വർഷത്തെ ഗുരുനാഥനും മുജാഹിദ് മൗലവിമാർക്കും ഒക്കെ ദുർവ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തിരുന്ന നേതാവുമായ അബ്ദുസ്സലാം സുല്ലമി ശിഷ്യനായ സൂപ്പർ സ്റ്റാർ സക്കരിയ സലാഹിയെ വെല്ലുവിളിക്കുകയാണ്. എന്താ വെല്ലുവിളിക്കുന്നറിയോ? ഇത് ജർമ്മനിയിലുള്ള മരുന്ന് 1/2 മണിക്കൂർ കൊണ്ടൊന്നും കൊണ്ടുവരണ്ട. എനിക്കൊരൊറ്റ കാര്യം പറയാനുള്ളൂ. എന്താ? എന്റെ റൂമിലുണ്ട് എന്റെ ഒരു ഷെഡി. മൂപ്പര വിഷയം അതാ. എന്റെ റൂമിലുണ്ട് ഒരു ഷെഡി. ആ ഷെഡിയെ പിശാചിനെ കൊണ്ടൊന്ന് പുറത്തേക്ക് കൊണ്ടുവരിക്കാൻ നിങ്ങൾക്ക് കഴിയോ? വേറൊന്നും വേണ്ട, ഞാൻ വെല്ലുവിളിക്കുന്നു. കേൾക്കുങ്ങള് അബ്ദുസ്സലാം സുല്ലമിയുടെ വെല്ലുവിളി. നെഞ്ചകാര്യന്റെ രഹസ്യങ്ങൾ പോട്ടെ, ഞാൻ വെല്ലുവിളിച്ചു, നിങ്ങൾ തയ്യാറുണ്ടോ? എന്റെ റൂമിൽ ഒരു ഷെഡി എടുത്ത് ഞങ്ങൾ പുറത്ത് കുടിച്ചോ പിശാചിനെ പൂജിച്ചിട്ട്? കണ്ടോ, എന്റെ റൂമിലുള്ള ഷെഡി എടുത്തിട്ട് പുറത്ത് കിടിക്കാൻ കഴിയോ? മൂപ്പറ തൗഹീദ് അങ്ങനെ അതീ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് ചാടുകയാണ്. നോക്കിങ്ങോട്ട് മുജാഹിദ് നേതാവ് തൗഹീദിനെ, ഈ പുതിയ തൗഹീദിനെയാണ് അബ്ദുസ്സലാം സുല്ലമി ചോദ്യം ചെയ്യുന്നത്. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ടിപ്പോ മുജാഹിദ് എവിടെ എത്തിയെന്നറിയോ? പഴയ കാലത്ത് നമ്മളെ വയസ്സായ മാമമാരൊക്കെ പറഞ്ഞു ജിന്ന് ആളുറാകൂട്ടോ, അന്ന് അന്ധവിശ്വാസ അനാചാരം എന്ന് പറഞ്ഞിരുന്ന മുജാഹിദ് ഇപ്പൊ മൗലവിമാരനെ പ്രസംഗിക്കാണ്, മനുഷ്യനിൽ ജിന്ന് ഹാളിറാകും. ഹാളിറാവുക എന്ന് പറഞ്ഞ ഹാളിറാവുക തന്നെ. കേട്ടോളി, ഷംസുദ്ദീൻ മൗലവി പൊട്ടമുറി പറയുന്നത് കേട്ടോളി. രണ്ടാമത്തെ ഒരു തരത്തിലുള്ള പ്രവർത്തനം ഹാളറാവലാണ്. ഹാളറാവാൻ തന്നെ നമ്മുടെ ഉള്ളിൽ ശൈത്താനാണ് വരും. എന്നിട്ട് നമ്മളല്ലാത്ത ഒരാളായിട്ട് നമ്മളാണ് മാറും. ചിലപ്പോ നമുക്ക് പരിചയമുള്ള ഏതൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ നമുക്ക് പരിചയം ഇല്ലാത്തൊരു വ്യക്തിയുടെ രൂപത്തിലായിരിക്കും,
ചിലപ്പോൾ മരിച്ചുപോയ ആളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോൾ ജീവിച്ചിരിപ്പുള്ള വിദേശത്തുള്ള ഒരാളുടെ രൂപത്തിലായിരിക്കും, ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഹാവഭാവങ്ങളിലായിരിക്കും. കണ്ടോ, ഈ രൂപത്തിലൊക്കെ മരിച്ചുപോയവരുടെ രൂപത്തിൽ വരെ ജിന്ന് ഹാജരാകുന്ന അപ്പൊ പുതിയ തൗഹീദ് കേട്ടോ നിങ്ങള്. ശംസുദ്ദീൻ മൗലവി പാലത്ത് പറഞ്ഞു, ജിന്നുകൾ മനുഷ്യരിൽ വന്നിട്ട് മനുഷ്യ സ്ത്രീകളിൽ വന്നിട്ട് സ്ത്രീകളുമായി സംയോഗം നടത്തുന്നു. അത് പറഞ്ഞപ്പോ അബ്ദുസ്സലാം സുല്ലമി അതിനെ ചോദ്യം ചെയ്യാണ്, പുതിയ തൗഹീദിനെ. എന്താ ഈ പറഞ്ഞത്? എന്നാ നമ്മുടെ നാട്ടിലുള്ള വേശ്യകളായ സ്ത്രീകളൊക്കെ രക്ഷപ്പെട്ടല്ലോ. കാരണം എന്തേ? അവർക്ക് പറയാം, ഞാൻ എന്താ കാട്ടുക, ഞാൻ വെറുതെ എങ്ങനെ എന്റെ വീട്ടിലിരിക്കുന്നു, അപ്പൊ ഒരു ജിന്ന് വേം വന്ന് എന്റെ വേക്കട്ട് കയറിയതാണെന്ന് പറഞ്ഞുകൂടെ? അബ്ദുസ്സലാം സുല്ലമി ചോദ്യം ചെയ്യണം, നിങ്ങളൊന്ന് കേട്ടോളി. പിശാച്ച് വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാൻ താമസിച്ച പിശാച്ച് വന്നിട്ട് സംയോഗം ചെയ്തു പോകുമല്ലോ ഭാര്യമാരെ. ശംസുദ്ദീൻ പാലത്ത് പറയാണ്, മുസ്ലിം സ്ത്രീകൾക്ക് ജിന്നിന്ന് കുട്ടികളും ജനിച്ചുവല്ലോ. അപ്പൊ അവിവാഹിതയായ പെണ്ണുങ്ങളൊക്കെ കഴിച്ചിലാട്ടെ, ഗർഭിണിയായാലേ പിശാച്ചെന്ന് ഇതാക്കിയാന്ന് പറഞ്ഞ ആ ജിന്നുകള് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ വരെ ജനിച്ചു. അപ്പൊ പല രൂപത്തിൽ വരികയാണെങ്കിൽ പെണ്ണിന് ഭർത്താവിനെ ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റാതെ നിങ്ങൾ എന്തിനാ കുതന്ത്രം? കാരണം ഒരു മൗലവിനെ പെണ്ണുങ്ങളെ റൂമിൽ നിന്ന് പിടികൂടി, പള്ളിയിൽ നിന്ന് പെണ്ണുങ്ങളെ റൂമിൽ നിന്നാ പിടികൂടിയത്. എന്നാ മൗലയ്ക്ക് പറയാല്ല, ഞാൻ പിശാച്ചിട്ടുകാട് പെണ്ണുങ്ങളെ റൂമിൽ കൊണ്ടിട്ടതാണെന്ന്. ആർക്കേ തമ്മാടിക്കും കഴിച്ചില്ലായിക്കൂടെ? ഒരു മൗലവി എന്താണ് ഒരു വീട്ടിൽ കയറിക്കാണ്ട് അവിടെ ശല്യം ഉണ്ടാക്കി. അപ്പം പറയാ, അത് ഞാനല്ല, അത് പിശാച്ചാണ്, അത് പിശാച്ചിനെ അവിടെ കൊണ്ടിട്ടതാണ്. ഞാൻ എന്റെ കോളേജിൽ ഇരിക്കുകയായിരുന്നു, പിശാച്ചിനെ താങ്ങി പിടിച്ച ആളില്ലാത്ത സമയത്ത് ആ പെണ്ണിന്റെ വീട്ടിൽ കൊണ്ടിട്ട് ഒരു കത്തിട്ട് വെട്ടി വണ്ടി ഓടിയത് പറയാലോ. ഞാൻ എന്നെ തെറ്റില്ല. ഇത് മൂപ്പര് മുജാഹിദ് പള്ളിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസം പറഞ്ഞതാണ്. അതായത് മൗലവിമാരെ പലപ്പോഴും സ്ത്രീകള് ആ കമ്പൗണ്ടിൽ കാണാറുണ്ട്, അങ്ങനെ സ്ത്രീകളെ റൂമിൽ നിന്ന് പിടികൂടാറുണ്ട്, അപ്പൊ നമ്മൾ ശിക്ഷിക്കാറുണ്ട്. ഇനി നമുക്കത് ചെയ്യാൻ പറ്റൂലല്ലോ. എന്തേ? അത് സ്ത്രീക്ക് പറയാം, ഞാൻ മൗലവിക്ക് പറയാം, ഞാൻ എന്താ കാട്ടുന്നത്, ഞാൻ എന്റെ റൂമിലിരിക്കുന്നത് ഒരു ജിന്ന് കൊണ്ടുപോയിട്ട് പിശാജ് കൊണ്ടുപോയിട്ട് ഈ പെണ്ണിന്റെ മേത്ത് കൂടെ ഇട്ടതാണ് എന്നെ, അങ്ങനെ ഞാൻ ഇവിടെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാല് നമുക്ക് തൗഹീദ്, പുതിയ തൗഹീദ് അനുസരിച്ച് അയാളെ ശിക്ഷിക്കാൻ കഴിയില്ലല്ലോ എന്നാ സുല്ലമി പറയുന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഇവരുടെ തൗഹീദ് അനുസരിച്ച് എത്തിപ്പെട്ട ദുർഗതിയാണ് അവർ തന്നെ വിശദീകരിക്കുന്നത്. ഇയാള് തന്നെ പറയാ, ശംസുദ്ദീൻ മൗലവി പാലത്ത് പറഞ്ഞു, ജിന്നുകൾ വന്നിട്ട് കുട്ടികളെ മനുഷ്യരുടെ ചേലാകർമ്മം ചെയ്യുന്നു. അപ്പൊ അബ്ദുസ്സലാം സുല്ലമി ചോദ്യം ചെയ്യാ, ചേലാകർമ്മം ചെയ്യൂ, എന്നപ്പോ നല്ലൊരു പരിപാടിയാണ്. ചേലാകർമ്മം ചെയ്യുമ്പോ ഈ കഷ്ണിക്കണ കഷ്ണുണ്ടല്ലോ, അതെവിടെ ഇടല്? അത് മുജാഹിദ് ആഫീസിലാണോ, അതിന് പ്രത്യേക കൊട്ടുണ്ടോ എന്നാ മൂപ്പര വിഷയം. മൂപ്പർക്ക് അതിലൊക്കെയാണ് മൂപ്പര ചിന്ത. നേരത്തെ ഷെഡ്ഡിയുടെ കഥ പറഞ്ഞ മാതിരി കേൾക്ക് നിങ്ങൾ. അബ്ദുസ്സലാം സുല്ലമി പറയട്ടെ, ചേലാകർമ്മം നടത്തുവല്ലോ, ജിന്ന് നമുക്ക് ചേലാകർമ്മം നടത്തി തരുമല്ലോ. പ്രസംഗിക്കളി പണ്ഡിതന്മാർ നോക്കൂ നിങ്ങൾ. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഇബ്ലീസ് ചേലാകർമ്മം നടത്തിയിട്ട ആ കഷ്ണിച്ച കഷ്ണം എവിടെ കൊണ്ടേണ്ട്? മുജാഹിദ് സെന്ററിലായിരിക്കും ഒരു പക്ഷേ അല്ലേ? നമ്മളാരും കണ്ടിട്ടില്ല. ചോരുണ്ടാവുക കഴിച്ചുമ്പോൾ ജിന്ന് ചേലാകർമ്മം നടത്തിയാൽ തനി കക്ഷം പഠിച്ച ഒരാളെ കഴിവുണ്ടാവുക. അപ്പൊ അതുകൂടി പ്രസംഗിച്ചാൽ നമുക്ക് എളുപ്പമുണ്ടായിരിക്കും. കക്ഷം പഠിച്ച ചാർജ് കൊടുക്കണ്ട. അതെ, കക്ഷം പഠിക്കാനുള്ള കഴിവ് ഉണ്ടോ ജിന്നുകൾക്ക്? ഒന്നാ പിന്നെ ആ പൈസ കൂടി നമുക്ക് ലാഭിക്കായിരുന്നു. ഇവര് പണ്ടേ കക്ഷംപടി ക്യാമ്പയിൻ നടത്തിയ കൂട്ടരാണ്, അത് ഓർമ്മ വേണമെങ്കിൽ. അതുകൊണ്ടാണ് അത് കക്ഷംപടി പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഏതാവട്ടെ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് മുജാഹിദുകളുടെ പുതിയ തൗഹീദ് അനുസരിച്ച് കാര്യങ്ങൾ ഇങ്ങനെ മാറി മറയുകയാണ്. എവിടെ എത്തിയത് ചോദിച്ചാൽ, പഴയ കാലത്ത് നമ്മളെ കാരണവന്മാരായ വയസ്സായ മാമമാരൊക്കെ പറയാറുണ്ട്, എന്ത് കുട്ടികളെ, ജിന്ന് ഹാജരാകുന്ന ആളുകൾക്ക് ജിന്ന് ചികിത്സ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞിരുന്നപ്പോ മുജാഹിദുകൾ അന്ന് പറഞ്ഞത് അന്ധവിശ്വാസം, അനാചാരം, കുഫർ, അയ്യയ്യേ ചിന്തിക്കാൻ പോലും വയ്യാൻ. ഇപ്പോഴോ ഇപ്പൊ മുജാഹിദിന്റെ മൗലവിമാരുടെ നേതൃത്വത്തിൽ ജിന്ന് ചികിത്സകൾ ഗംഭീരമായി നടക്കുന്നു. ഞാൻ പറയല്ല, മുജാഹിദ് നേതാവ് അബ്ദുൽ ലത്തീഫ് മൗലവി കരുമ്പിലാക്കൽ അത് വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. മുജാഹിദിന്റെ ജിന്ന് ചികിത്സയുടെ രൂപം നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഒന്ന് കേട്ടോളൂ, ശ്രദ്ധിച്ചു കേട്ടോളൂ. മനുഷ്യന്റെ ശരീരത്തിൽ ജിന്ന് കയറിക്കൂടുമെന്നും കേവലം ശാരീരികമായ ചികിത്സകൾ കൊണ്ട് മതിയാവില്ല, അതിന് ആത്മീയമായ ചികിത്സകൾ വേണം. അത് വടികൊണ്ടുമാവാം. ജമാൽ ചെറുവാടി എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ വലിയൊരു നേതാവാണ് അദ്ദേഹം. ഇൽമത്രണ്ട് നമ്മൾ ചോദിക്കുക, നമ്മൾ അത് ആക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? രണ്ട് സ്ഥലത്ത് രണ്ട് ചികിത്സ അറിഞ്ഞു. ഞാൻ അറിയാത്തത്രണ്ട് എനിക്കറിയാം. ഒരു പെൺകുട്ടി എന്തോ മാനസികമായ സ്വാസ്ഥ്യം കാണിച്ചു. അവരെ ഇയാൾ പരിശോധിക്കുക. ഇയാൾ ഡോക്ടറല്ല, ഇയാൾ എഞ്ചിനീയർ അല്ല, കൃത്യമായി പറഞ്ഞാൽ മതപണ്ഡിതൻ പോലും അല്ല. കാരണം എന്താ? സ്കൂളും തികഞ്ഞിട്ടില്ല, മദ്രസയും തികഞ്ഞിട്ടില്ല.
അല്ലെങ്കിൽ കഴിയണ്ടോ? ഭൗതിക വിദ്യാഭ്യാസം ഒന്നുകിൽ അല്ലെങ്കിൽ മതവിദ്യാഭ്യാസം, രണ്ടുമില്ല. ഈ മനുഷ്യൻ ഈ പെൺകുട്ടിയെ പരിശോധിക്കാൻ, എന്നിട്ട് പരിശോധിച്ചിട്ട് ജിന്നിനെ എവിടെ നോക്കിയിട്ട് കാണുന്നില്ല. അവസാനം ഇങ്ങനെ നോക്കുമ്പോ ഒരു വിരലിങ്ങനെ കുട്ടിയുടെ. ഇയാൾ പറഞ്ഞു ഈ വിരലിന്മേലാണ് ജിന്ന്. ഈ വിരലിന്മേലാണ് ജിന്ന്. എന്താ പ്രതിവിധി? അടിക്കണം. കുട്ടിയുടെ ആങ്ങളമാർ ഇടപെട്ടത് കൊണ്ട് കുട്ടിക്ക് അടി കിട്ടാതെ രക്ഷ. തീർന്നില്ല. തൊട്ടടുത്തുടനെ ഇടവണ്ണയിലെ മുണ്ടേങ്ങരയിലുള്ള ഒരു പെൺകുട്ടി, അത്യാവശ്യം പ്രായപൂർത്തിയായിരിക്കുന്ന പെൺകുട്ടി, അവർക്ക് ഈ അടുത്ത് എന്തോ ഒരു മാനസിക അസ്വാസ്ഥ്യമുണ്ടായി. ജിന്നു കൂടിയതാണെന്നാണ് വിധി. ജമാലിന്റെ അരികിൽ വന്നു. ജമാൽ എന്ത് ചെയ്തു? ഈ കുട്ടിയെ അടിച്ചു. കുട്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്തൊക്കെ പരാക്രമങ്ങൾ നടത്തിയിട്ടും പ്രതിവിധിയില്ല. അവസാനം അദ്ദേഹം എന്ത് ചെയ്തു? കുട്ടിയെ മരത്തിൽ കടത്തിയിട്ട് ആ കുട്ടിയുടെ കാൽഭാഗത്ത് കയറി. ബാക്കി പറയണ്ടല്ലോ. അവിടെ നിന്ന് കുറച്ച് വൃത്തികെട്ട സംഗതികൾ. ആ കയറി ഇരുന്നപ്പോ ആങ്ങളമാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാ പോകുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥ എത്തിയപ്പോ ജമാൽ ഇതെന്തിന്റെ പേരില? ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നമ്മൾ പണ്ട് കേട്ടത് വേറെ പലതിന്റെയും പേരിലായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരില. നിങ്ങൾ ആലോചിക്കുക, ഞങ്ങൾ എന്ത് കൊണ്ട് മുജാഹിദായി എന്ന് കുറച്ച് ആൾക്കാർ വന്നല്ലോ. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാണ് പറയേണ്ടത്. നിങ്ങൾ മുജാഹിദിന്റെ ജിന്നി ചികിത്സ, യുവതിയായ പെൺകുട്ടിയെ മലർത്തി കിടത്ത, എന്നിട്ട് മൗലവി അവരുടെ കാലും അങ്ങനെ കയറി നിൽക്കുക, എന്നിട്ട് മൂപ്പര് പറയാ ബാക്കി ഞാൻ പറയണ്ടല്ലോ, അവിടുന്ന് അങ്ങോട്ട് കുറച്ച് വൃത്തികെട്ട പരിപാടിയാണ്, പറയണ്ട, ഞങ്ങൾക്കറിയാലോ ഇപ്പൊ എന്താ അവിടെ ഉണ്ടാകുകയാണ്. സഹോദരന്മാരെ, എന്നിട്ട് പറയുന്നു മുജാഹിദ് മൗലവിമാര് തെക്കൻ ഭാഗത്ത് നിന്ന് തബ്ലീഗ് ജമാഅത്തായ കുറെ ആളുകളെ തലപ്പാവും കെട്ടിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സുന്നികളാണ്, ഒക്കെ മുജാഹിദായിട്ടുണ്ട്, ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോസ്റ്റർ പ്രചരണം നടത്തി കുറെ ആൾക്കാരെ പ്രദർശിപ്പിച്ചു. അതിനെക്കുറിച്ച് ആ മൂപ്പര് പറഞ്ഞത്. അങ്ങനെയല്ലടോ നിങ്ങൾ പറയേണ്ടത്. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്നല്ല പറയേണ്ടത്, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി എന്നാ പറയേണ്ടത്. കാരണം എന്താ? യുവതിയായ പെൺകുട്ടിയെ അങ്ങനെ മലർത്തി കിടത്തിയിട്ട് പിന്നെ കാലും അങ്ങനെ കയറുന്നിട്ട് ചോദിക്കുക ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി, ഞങ്ങൾ എന്ത് കണ്ട് മുജാഹിദായി. മുജാഹിദിന്റെ ജിന്ന് ചികിത്സ, പുതിയ തൗഹീദ് അനുസരിച്ചുള്ള ചികിത്സയെ നമ്മൾ ഈ കേൾക്കുന്നത്. സഹോദരങ്ങളെ, ഇതുവരെയും അവർ പറഞ്ഞിരുന്ന പലതും അവർ മാറ്റി മറിച്ചുകൊണ്ട്, നിങ്ങൾ ചിന്തിക്കുക എത്രത്തോളം വെച്ച അദൃശ്യ കാര്യങ്ങൾ വരെ അള്ളാഹു അല്ലാതെ റസൂലിന് അറിയില്ല, അമ്പിയാക്കളും ഔലിയാക്കൾക്കും അറിയില്ല എന്ന് പറഞ്ഞിരുന്ന മുജാഹിദുകൾ ഇപ്പൊ പറയുന്നത് എന്താണ്? ജിന്നുകൾക്ക് അദൃശ്യമറിയും. എങ്ങനെയുണ്ട്? ഹാരിസ് ഇബ്നു സലീം പ്രസംഗിക്കുന്നത് നിങ്ങൾ കേൾക്ക്. ജിന്നുകൾക്ക് അദൃശ്യമറിയാൻ കഴിയും. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങളെ കൽഭാഗമെന്നോവർ എന്ന് പറഞ്ഞ മുഹ്യദ്ദീൻമാല ശിർക്കാണെന്ന് പറഞ്ഞ മുജാഹിദുകൾ ഇപ്പോൾ പറയുന്നു ജിന്നുകൾക്ക് അദൃശ്യമറിയും. ഒന്ന് കേൾക്ക് നിങ്ങൾ. അടുത്ത് വിവാഹം കഴിഞ്ഞ് രണ്ട് ആൾക്കാർ തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ ഓല കാര്യത്തിൽ സംസാരിച്ചപ്പോൾ നമ്മൾ വേർത്തോരോട് ചോദിച്ചു നിങ്ങൾ ആരെത്തേലും പോയിനോന്ന് ചോദിച്ചു. ഞങ്ങൾ അങ്ങനത്തെ വിശ്വാസക്കാരെന്നല്ല, പക്ഷെ ഇവിടെ ഉമ്മാൻ്റെ ഉമ്മണ്ട് വല്യമ്മ, ഒരു പഴയ ആൾക്കാരല്ലേ, ഒരു പോയിന്നു എന്നാണ്. എന്തേ പോയിട്ട് പറഞ്ഞു എന്നാണ്. ചെന്നപ്പോഴേക്കും തന്നെ പറഞ്ഞു നിങ്ങൾ അവളെ പേരുണ്ടോ, ഓളെ കാര്യത്തിനല്ലേ നിങ്ങൾ വന്നത്? അത് നേരാകാൻ ബുദ്ധിമുട്ടാണ്. ആ ഇളയച്ചേള തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നവും. ഇളയച്ചേളാണ്, ഓലാണ് എൻ്റെ എല്ലാ പ്രശ്നവും. ഓലത് അങ്ങോട്ട് ഒഴിവാക്കി കിട്ടിയിട്ട് ഒരു സമാധാനമാവുള്ളൂ. ഓല അതിന് വേണ്ടിയിട്ട് എല്ലാ പണിയെടുക്കും. ഇതാ കുട്ടികളെ പേരിങ്ങനെ പറയണേ ഇയാള്, ഏത് അവിടെയുള്ള ഇളയച്ചയുടെ പേരിങ്ങനെ പറയാണ്. അപ്പൊ പറയുമ്പോൾ എന്താ പോലും വിചാരിക്കുക, വിശ്വസിക്കാതെക്കാൻ പറ്റുമോ? എങ്ങനെയാ പോയി നടക്കണേ? നമ്മോട് പറഞ്ഞ നമ്മളെന്താ പറയാ, അതെന്താ അന്ധവിശ്വാസം? ഒരിക്കലും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒരു അയലോക്കത്ത് ആരെങ്കിലും ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ എങ്ങനെ ഇപ്പോൾ പറയാൻ കഴിയുള്ളൂ? മറിഞ്ഞ കാര്യം അള്ളാഹ്ക്ക് ആരെയുള്ളൂ നമ്മൾ വിശ്വസിക്കും അല്ലേ? വിവരം കിട്ടിയാലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. വിവരം അറിയിച്ചു കൊടുക്കുന്ന ആരാണ്? ഈ ജിന്നുകളാണെന്നാണ്. കണ്ടോ, ജിന്നുകളാണ് ഇത്ര അദൃശ്യം അറിയിച്ചു കൊടുക്കുന്നത്. ജിന്നുകൾക്ക് അദൃശ്യം അറിയും. മുജാഹിദുകളെ തൗഹീദാണ് ഈ പാപ്പറാകുന്നത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് നേതാവ് അബ്ദുസലാം സുല്ലമി പറയുന്നു, നമ്മളെ തൗഹീദ് ഇപ്പൊ എവിടെ പോയി? മമ്പുറത്തെ തങ്ങളെ വിളിച്ചാ ശിർക്ക്, ബദരീങ്ങളെ വിളിച്ചാ ശിർക്ക്, മല്ലൻ ജിന്നിനെ വിളിച്ചാ തൗഹീദുമാണോ? സലാം സുല്ലമി ചോദിക്കട്ടെ, നിങ്ങളൊന്ന് കേൾക്ക്. ജിന്നിന് അദൃശ്യകാരി അറിഞ്ഞ് പ്രസംഗിച്ചോ? അഭൗതിക മാർഗത്തിലൂടെ പലരും പേടിച്ചാൽ നിങ്ങൾ പ്രസംഗിക്കുന്നുണ്ടപ്പം ജിന്ന് പൂജകന്മാർക്ക് വരെ, സാത്താൻ ആരാധിക്കുന്നവർ വരെ നിങ്ങൾ ആയത്തോയിൽ തെളിവുണ്ടാക്കുക. ഇപ്പൊ നമ്മൾ വേണ തൗഹീദ് ഏതാണ് മുജാഹിദ് വേണ തൗഹീദ്? ബദരീങ്ങളെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യൂല, ഇഫ്രീത്തിനെ വിളിച്ച് തേടിയ ഉപകാരം ചെയ്യുന്ന, അതാണ് കൂട്ടരെ തൗഹീദ്. നിങ്ങൾ പ്രസംഗിക്കണം അങ്ങനെയല്ലേ?
മമ്പറും തങ്ങളെ വിളിച്ചാൽ ഉപകാരം ചെയ്യൂല. ഇഫ്രീത്ത് എന്ന മല്ലനെ വിളിച്ചാൽ ഉപകാരം ചെയ്യും. സുലൈമാൻ നബിനെ ഇഫ്രീത്തിനെ വിളിച്ച് തേടി ഉപകാരം ചെയ്യുന്നല്ല പ്രസംഗിക്കുന്നത്. സംശയമുണ്ടോ? അപ്പൊ കണ്ടോ നമ്മളെ തൗഹീദ് ഇപ്പൊ എവിടെ? ആ പഴയ കാലത്ത് മുജാഹിദ് പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞില്ലേ എന്നാ മൂപ്പര് ചോദിക്കണത്. മുജാഹിദ് കഴിഞ്ഞ 85 കൊല്ലക്കാലം പറഞ്ഞ തൗഹീദ് പൊളിഞ്ഞില്ലേ? അപ്പൊ സക്കരിയ സലാഹി ചോദിക്കുക നിങ്ങളെ ജിന്നെവിടെ? ആ മൂപ്പര് ചോദിക്കുക തൗഹീദ് എവിടെ? കേൾക്കികള് പറയടോ ജിന്നെവിടെ? എവിടെ കുട്ടികളെ തൗഹീദ്? പറയടോ ജിന്നെവിടെ? എവിടെ കുട്ടികളെ തൗഹീദ്? പറയടോ ജിന്നെവിടെ? എവിടെ കുട്ടികളെ തൗഹീദ്? ഇതാ പോലെ വിഷയം. തൗഹീദ് എവിടെ നോക്കുമ്പോ അരി എത്ര ചോദിക്കുമ്പോ പയറഞ്ഞാഴിന്ന മറുപടി. തൗഹീദ് എവിടെ ചോദിക്കുമ്പോ ജിന്നെവിടെ? അതുകൊണ്ട് തന്നെ അബ്ദുസലാം സുല്ലമി പറയുന്നു മുജാഹിദുകൾ ശിർക്കിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേൾക്കണം നിങ്ങൾ. കഴിഞ്ഞ 85 കൊല്ലക്കാലം മുസ്ലിമീങ്ങൾ മുശ്രിക്കാണ് കാഫിറാണെന്ന് പറഞ്ഞ മുജാഹിദുകളെ കുറിച്ച് അതേ മൗലവി തന്നെ പറയുന്നു നിങ്ങൾ ശിർക്കിലേക്ക് പോവുകയാണ്, തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്. കേട്ടോളൂ, അബ്ദുസലാം സുല്ലമി തന്നെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. ഞങ്ങൾ ജിന്നി പിശാച് പറഞ്ഞാൽ പ്രസ്ഥാനത്തെ പെടുത്തിയിട്ടില്ല. ഞങ്ങൾ വിശ്വാക്കി നിങ്ങൾ വിശ്വാക്കിയെടുത്ത് ഈ സമൂഹത്തെ ഖുറാഫാത്തേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുക, ഷിർക്കിലേക്ക് മടക്കുക. മുജാഹിദ് പ്രസ്ഥാനം പ്രബല തൗഹീദിനെ വ്യതിചലിപ്പിക്കുക. കണ്ടില്ലേ? മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞ ഇതുവരെയും പറഞ്ഞ തൗഹീദിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയാണ്, ശിർക്കിലേക്ക് മടക്കുകയാണ്. ശ്രദ്ധിക്കണം നിങ്ങൾ. മുജാഹിദ് പറഞ്ഞ തൗഹീദ് അവര് തന്നെ പൊളിച്ചെഴുതുന്നു. സഹോദരങ്ങളെ, ഞാനിത് പറയുന്നത് എന്തിനാണ്? നിങ്ങൾ ചിന്തിക്കണം. ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുശ്രിക്കും കാഫിറുമാണ് എന്ന് പ്രഖ്യാപിച്ച മുജാഹിദുകൾ, ഞങ്ങൾക്ക് മാത്രമേ തൗഹീദുള്ളൂ എന്ന് പറഞ്ഞ് പെരുമ്പറയടിച്ചിരുന്ന മുജാഹിദുകൾ അവര് തന്നെ അവരുടെ തൗഹീദ് പൊളിച്ചെഴുതുകയാണ്. മുജാഹിദ് പണ്ഡിത സഭയുടെ സംസ്ഥാന പ്രസിഡന്റ് CP ഉമർ സുല്ലമി പറയുന്നത് നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കട്ടെ. അയാൾ പറയുന്നു മുജാഹിദുകൾ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോവുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്ന വിശ്വസിച്ചിരുന്ന അതേ ശിർക്കിലേക്കാണ് മുജാഹിദുകൾ പോകുന്നത്. നോക്കണം നിങ്ങൾ. മുജാഹിദിന്റെ CP ഉമർ സുല്ലമി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. അയാൾ പറയട്ടെ. എന്നാൽ ഇപ്പോൾ ഈ പുതിയ ആധുനിക ഖുറാഫികൾ പറയുന്നത് അവരെല്ലാവരുടെയും കൂടെ ഒരു ജിന്ന് രക്ഷപ്പെടുത്താൻ ഉണ്ടാവുമെന്നും ഓരോ അപകടത്തിലും വരുമ്പോൾ ആ ജിന്ന് അവരെ രക്ഷപ്പെടുത്തുമെന്നും അങ്ങനെ ആ ജിന്നിനോട് രക്ഷയ്ക്ക് വേണ്ടി അപേക്ഷിക്കാമെന്നുമാണ് അവർ അതുകൊണ്ട് വരുത്തുന്നത്. ഇത് പണ്ട് ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഖുറൈശികൾ ചെയ്ത അതേ ശിർക്കിലേക്കാണ് കൊണ്ടുപോകുന്നത്. കേട്ടില്ലേ നിങ്ങൾ? ഖുറൈശികൾ ചെയ്ത അതേ ശിർക്ക്. കാലം സാക്ഷിയാണ്, അല്ലാഹുവെ തന്നെയാണ് സത്യം. കഴിഞ്ഞ 85 വർഷക്കാലം കേരളത്തിലുള്ള അഹ്ലുസുന്നയാകുന്ന ഭൂരിപക്ഷ മുസ്ലിങ്ങൾ മുഴുവനും മുശ്രിക്കുകളാണെന്നും കാഫിറുകളാണെന്നും മാത്രമല്ല, മക്കയിലെ ഖുറൈശികളിലെ മുശ്രിക്കുകൾ ചെയ്ത അതേ ശിർക്കാണ് സുന്നികളായ ആളുകൾ ചെയ്തിരുന്നത് എന്നും ചെയ്യുന്നതെന്നും കൊട്ടിഘോഷിച്ച മുജാഹിദുകൾക്ക് അതേ നേതാക്കൾ തന്നെ മുജാഹിദുകളോട് വിളിച്ചു പറയുന്നു, മുജാഹിദുകളെ നിങ്ങൾ ചെയ്യുന്നതും മക്കയിലെ മുശ്രിക്കുകൾ ചെയ്യുന്ന അതേ ശിർക്കാകുന്നു. കാലം നിങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നു. പടച്ചവനാണ് സത്യം. കാലം നിങ്ങൾക്ക് തിരിച്ചടി നൽകിയിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളെ, അവരുടെ അനുയായികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ശിർക്കിലേക്കും കുഫറിലേക്കുമാണ്. സഹോദരങ്ങളെ, ഇത് ഈ വിഭാഗം മാത്രമല്ല, മറുവിഭാഗത്തിന്റെ നേതാവ് സക്കരിയ സലാഹി ഉൾപ്പെടെയുള്ള നേതാക്കൾ പറയുന്നത് എന്റെ കൈവശമുണ്ട്. അവർ പറയുന്നു നിങ്ങൾ ചെയ്യുന്നതും ശിർക്കും കുഫറുമാണ്. അതിടാൻ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തിലേക്ക് കടക്കുന്നില്ല. മടവൂർ ഗ്രൂപ്പിനെ വിളിച്ച് ഇവർ പറയുന്നു നിങ്ങൾ ചെയ്യുന്നതും ശിർക്കും കുഫറുമാണ്. അവർ പറയുന്നു നിങ്ങൾ ഖുറൈശികൾ ചെയ്ത ശിർക്കിലേക്കാണ് നയിക്കുന്നത്. രണ്ട് വിഭാഗവും ഇവിടെ പ്രചരിപ്പിക്കുന്നതും ഇപ്പോൾ ജനങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്നതും കുഫറിലേക്കാണ്, ശിർക്കിലേക്കാണെന്ന് അവര്
തന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾക്ക് മാത്രമേ തൗഹീദുള്ളൂ, ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ മുശ്രിക്കുകളാണ്, കാഫിറുകളാണെന്ന് പെരുമ്പറയടിച്ചിരുന്ന മുജാഹിദുകൾ പുതിയ തൗഹീദ് ഉണ്ടാക്കി വിവരമില്ലാത്ത മൗലവിമാരുടെ ക്ഷീണിച്ച മസ്തിഷ്കത്തിൽ നിന്നുത്ഭവിച്ച ദ്രവിച്ച ദുഷിച്ച തൗഹീദ് ഉണ്ടാക്കിയിട്ട് മുസ്ലിമീങ്ങളെ മുശ്രിക്കും കാഫിറുമാക്കിയപ്പോൾ സഹോദരങ്ങളെ, അവരോർക്കാത്ത സംഗതിയാണ് ഇപ്പോൾ അവരുടെ നേരെ നെറുന്തലയിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുള്ളത്. അവർ തന്നെ ശിർക്കാക്കിയിരിക്കുകയാണ്. അവർ തന്നെ ശിർക്ക് ചെയ്യുന്നവരാണെന്നും ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്നും മുജാഹിദുകൾ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള തൗഹീദ്, 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, കർമ്മങ്ങൾ, അത് മാത്രമേ ദീനുള്ളൂ, അത് മാത്രമേ ഇസ്ലാമുള്ളൂ, അത് മാത്രമേ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തുള്ളൂ. ആ ഇസ്ലാമിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരാണെന്ന് കണ്ടെത്താൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിൽ മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് ഇല്ല, ഒരു പ്രമാണത്തിലും ആരും പറഞ്ഞിട്ടില്ല. സഹോദരങ്ങളെ, മക്കയിലെ മുശ്രിക്കുകളും അതിൽ വിശ്വാസമില്ലാത്ത മക്കയിലെ മുശ്രിക്കുകളും വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ ദൃഢമായി വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന സുന്നികളും ഒരുപോലെയാണെന്ന് ലോകത്ത് ചിന്തിക്കുന്നവരോ ഭക്ഷണം കഴിക്കുന്നവർക്കോ ഒരിക്കലും പറയാൻ കഴിയില്ല. ഈ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന, ഈ അപകടകരമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന മുജാഹിദുകൾ സഹോദരങ്ങളെ, അവരാണിപ്പോൾ തമ്മിൽ ശിർക്കാരോപണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പരസ്പരം മുശ്രിക്കുകളാണ് എന്നാണ് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ തൗഹീദ് ശരിയല്ല, അവരുടെ തൗഹീദ് ശരിയല്ല, അത് ഇസ്ലാമല്ല, അത് മൗലവിമാരുടെ നിർമ്മിത തൗഹീദാണ്. നമ്മളെല്ലാവരും ഇത് മനസ്സിലാക്കി അപകടകരമായ ബിദ്അഈ വാദങ്ങളിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന് നാം രക്ഷപ്പെടണമേ എന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുകയാണ്. അത് മുജാഹിദുകൾ നിസ്കരിക്കുന്നില്ലേ, നോമ്പനുഷ്ഠിക്കുന്നില്ലേ എന്ന് പലപ്പോഴും ചോദിക്കും. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വെച്ച് ഞാൻ അവസാനിപ്പിക്കുന്നു. ലാ യഖ്ബലുല്ലാഹു മിനൽ മുബ്തദിഇ, പുത്തൻ പ്രസ്ഥാനക്കാരനായ വ്യക്തി, അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല. സ്വലാത്തൻ, അവന്റെ നിസ്കാരം സ്വീകരിക്കൂല. വലാ സകാത്തൻ, അവന്റെ സകാത്ത് സ്വീകരിക്കൂല. വലാ സിയാമൻ, അവന്റെ നോമ്പ് സ്വീകരിക്കൂല. വലാ നുസുക്കൻ, അവന്റെ ഹജ്ജ് ഉംറ കർമ്മങ്ങൾ സ്വീകരിക്കൂല. വലാ സർഫൻ വലാ അദ്ലാ, അവൻ ചെയ്യുന്ന മുബ്തദിയായ മനുഷ്യൻ ചെയ്യുന്ന ഒരു അമലും അല്ലാഹു സ്വീകരിക്കുകയില്ലെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ നാം അടിയുറച്ച് ജീവിക്കണം. ബിദ്അത്തിനെ തൊട്ട് നാം ജാഗരൂകരാവണം. നമ്മെയും നമ്മുടെ ആശ്രിതരെയും ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരകളെയും ബിദ്അത്തിനെ തൊട്ട് നാം കാത്തു രക്ഷിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.